നമ്മുടെ കണ്ണുകളെ അടച്ച് പൊന്നുമുഖത്തേക്ക് നോക്കാം. പരിശുദ്ധന്റെ മഹത്വം ഇറങ്ങട്ടെ. ഈ വൈകിട്ടത്തെ ഈ സെഷനിൽ വർഷിപ്പിലൊക്കെ ശക്തമായ ദൈവമഹത്വം ഇറങ്ങി. ആധികാരികമായ ദൈവപ്രസൻസ് അനുഭവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. നല്ല അടുത്ത മേഖലയിലോട്ട് കർത്താവ് നമ്മളെ നയിക്കട്ടെ. ആത്മചലനങ്ങൾ വെളിപ്പെടട്ടെ. ഈ സൂ പ്ലാറ്റ്ഫോമില്, ഫേസ്ബുക്കില്, യൂട്യൂബില് ആയിരിക്കുന്ന ഓരോ ദൈവദാസന്മാരെ, ദൈവമക്കളെയും ഈ നിമിഷങ്ങളിൽ കർത്താവ് തൊടട്ടെ. ഒരു അസാധാരണ മേഖലയിലേക്ക് നമ്മൾ കയറട്ടെ. സൂപ്പർ നാച്ചുറൽ ഇടങ്ങളിലേക്ക് സ്വിച്ച് ഓൺ ചെയ്ത് കയറുന്ന നിമിഷങ്ങളാകട്ടെ. പരിശുദ്ധാത്മാവേ, ശക്തിയോടെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് വരിക. ഓ റിബാലഘടക ശ്രീയത്തുനബൗഡ. ജ്ഞാനമണ്ഡലങ്ങളിൽ നിന്നുള്ളൊരു സന്ദേശമല്ല, ആത്മമേഖല ചലിക്കുവാൻ, ദൈവത്തിന്റെ അധികാരം ശക്തിയോടെ വെളിപ്പെടുവാൻ, പ്രവചന ദൂതുകൾ ദൈവമക്കളെ ചലിപ്പിക്കുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, ബന്ധനങ്ങൾ അഴിയുവാൻ. ലമന രഘടകസ്യ തുനി മൗഢമാ രഘടകസ്യ തുന മൗഢമാ രഹസ്യ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഓ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, അന്ധകാര മണ്ഡലങ്ങൾ ഇതഞ്ഞുമാറട്ടെ. ഉടവ സദനഘടക ഷിയത്തന മൗഢ. പല മണ്ഡലങ്ങളിലും ഞങ്ങളെ ഒതുക്കുന്ന മേഖലകൾ ഈ നിമിഷങ്ങളിൽ പൊളിഞ്ഞു മാറുവാൻ അഭിഷേകത്തിന്റെ തീയ, ആത്മശക്തിയുടെ തീയ, ദൈവകൃപയുടെ തീയ മഹത്വത്തോടെ ചലിക്കട്ടെ, വിടുതലോടെ ചലിക്കട്ടെ. ശക്തമായൊരു ദൈവ പ്രസൻസ് ഈ നിമിഷങ്ങളിൽ ചലിക്കട്ടെ. ശക്തമായൊരു ദൈവാധികാരം ചലിക്കട്ടെ. ഓ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെ മേലും ശക്തമായി ഇംപാർട്ടേഷൻ നടക്കട്ടെ. സന്തരാധന അടക ശതുനിവ സംധരാബൗഡ ദീപ കൗഡിവ രഹസ്യപ്തരേതികരഘടകസ്യ അന്ധഛാനഘടകസ്യ. ദൈവത്തിന്റെ അത്ഭുതം നടക്കും, ദൈവത്തിന്റെ അത്ഭുതം നടക്കും, ദൈവത്തിന്റെ അത്ഭുതം നടക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ബലത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, അധികാരത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എന്റെ ശബ്ദം ക്ലിയർ ആണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പലപ്പോഴും ഈ വെർച്വൽ പ്ലാറ്റ്ഫോമുകളിൽ വരുമ്പോൾ അതിൻ്റെതായ പരിമിതികളും, പ്രത്യേകിച്ച് ഒരു ദൈവ സാന്നിധ്യ ശക്തിയോടിറങ്ങുമ്പോൾ അതിനെ എങ്ങനെ തടസ്സപ്പെടുത്താമെന്ന് ചിന്തിച്ച് അന്ധകാര മണ്ഡലങ്ങൾ പോരാടുവാൻ ഇടയായിത്തീരും. എന്നാൽ ഈ ശുശ്രൂഷ ഇങ്ങനെ കർത്തൃദാസൻ പറഞ്ഞപ്പോൾ തൊട്ട് ശക്തമായി അതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ നൽകി. തീർച്ചയായിട്ടും അവന്റെ മഹത്വം അതിന്റെ അളവിൽ ചലിക്കും. ഞാൻ ഈ പ്രാർത്ഥന ഈ കർത്തൃദാസന്റെ ലീഡിങ് ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് കൃത്യമായിട്ട് ഇടപെടാൻ ഇടയായിത്തീർന്നു. കർത്തൃദാസി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനൊരു വാക്ക് പ്രാർത്ഥിച്ചു. ഒറ്റ രാത്രി കഴിഞ്ഞപ്പോൾ വെട്ടിവെച്ച വടി കിളിർക്കാൻ തുടങ്ങി. ഉടബാലസ് അത് പടർന്നു പന്തലിക്കാൻ തുടങ്ങി, അത് ഫലം കായ്ക്കാൻ തുടങ്ങി. എത്ര പേര് വിശ്വസിക്കുന്നു? അങ്ങനെ ഒരു അസാധാരണ മണ്ഡലം ശബനഘടകത്തിയ ഞാൻ കൊതിക്കുക ഇതുവരെ കാണാത്തതുപോലെ, ഇതുവരെ കേൾക്കാത്തതുപോലെ, ഇതുവരെ അനുഭവിക്കാത്തതുപോലെ ഒരു ദൈവമേഖല. എത്ര പേര് അങ്ങനെ കൊതിക്കുന്നു? സദനഘടകത്തിയ. ഈ ലൈവിൽ ആരും ഒരു പ്രസംഗം കേൾക്കാനിരിക്കല്ലേ കേട്ടോ. ഞാനൊരു കുറിവാക്യം വായിച്ചു തുടങ്ങിയെന്നേ ഉള്ളൂ. ആത്മാവ് ഈ നിമിഷങ്ങൾ എങ്ങനെ നിയോഗിക്കുന്നു അങ്ങനെ ചലിച്ചു തുടങ്ങണം. ഒരു പ്രസംഗം തീർക്കണമെന്നൊരു കൊതി എനിക്കില്ല. നല്ല ശുശ്രൂഷയായിരുന്നെന്ന് ആരെങ്കിലും പറയുന്ന വാക്കുകൾ കേട്ട് സന്തോഷിക്കാൻ ഒരു സന്തോഷമുള്ള ഹൃദയം എനിക്കില്ല. പക്ഷേ ഈ ലൈവിൽ ആത്മമണ്ഡലം ചലിക്കണം. ദൈവ സാന്നിധ്യം ചലിക്കണം. നമ്മൾ ദൈവത്താൽ സ്പർശിക്കപ്പെടണം. ഘടക തുനിയം ഭവനഘടക തുനി ചിമ്പ ധനഘടകസിയ വേദഘടകസിയ തുരമൗഢഭാരഘടകസിയ. ഹല്ലേലൂയ. സ്തുതിക്ക് ശക്തി വർദ്ധിക്കട്ടെ, അന്യഭാഷയ്ക്ക് ബലം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. തീയുടെ മണമുള്ള അഭിഷേകത്തിൽ ചലിക്കുന്ന ചിലത് ശംഭര ഘടകസിയ. ഹല്ലേലൂയ. ബെഥേൽ ഗോസ്പൽ മിനിസ്ട്രിയിൽ എഴുന്നേൽക്കട്ടെ, ദൈവദാസന്റെ സഭയിൽ എഴുന്നേൽക്കട്ടെ, അഭിഷേക്തന്മാരുടെ കൂട്ടായ്മകൾ എഴുന്നേൽക്കട്ടെ. അങ്ങനെ ശക്തിയുള്ള ചിലത് ഈ തലമുറയിൽ എഴുന്നേൽക്കട്ടെ. പ്രാപിച്ചാട്ടെ. കുടുംബങ്ങളുടെ ബന്ധനം അഴിയുക കേട്ടോ. പരിശുദ്ധ പ്രാരംഭത്തിൽ തന്നെ എന്നെ തൊട്ട് ഇങ്ങനെ ദൈവമക്കളുടെ ദൂത് പറയാൻ പറയുക. ഈ ലൈവിൽ നിന്റെ കുടുംബത്തിന്റെ ബന്ധനം അഴിയും. പരിശുദ്ധം ഇങ്ങനെ പറഞ്ഞു. അടുത്തു വന്ന വാഗ്ദത്തങ്ങളെ പോലും തക്ക സമയമാകുമ്പോൾ മാറ്റിവിടുന്ന ഹല്ലേലൂയ പൈശാചിക മണ്ഡലങ്ങളുടെ കെട്ട് കൈക്കടുത്ത് വന്നതാ ദൈവദാസനെ. ഹല്ലേലൂയ. അനുഭവിക്കാൻ ഒത്തൊന്ന് ചിന്തിച്ചതാ, എന്നാൽ തക്ക സമയമായപ്പോ പറിച്ചെറിഞ്ഞതുപോലെ
ഹരബാല നട്ടപ്പം കുഴപ്പമില്ലായിരുന്നു, നനച്ചപ്പം കുഴപ്പമില്ലായിരുന്നു, വളർന്നപ്പം കുഴപ്പമില്ലായിരുന്നു, ഫലം കഴിച്ചപ്പോഴും കുഴപ്പമില്ലായിരുന്നു. ഫലം ഒരു വിളവിലേക്ക് വന്നപ്പോ പതിയിരുന്ന ഫെലിസ്ത്യൻ വെളിപ്പെട്ടു. ഫെലിസ്ത്യനെ നിന്റെ സീസൺ കഴിഞ്ഞു. ചില പതിയിരിക്കുന്ന ഫെലിസ്ത്യന്റെ സീസൺ കഴിഞ്ഞു. ദൈവമക്കൾ നാവ് തുറന്നു പറ. തലമുറയുടെ നന്മകളെ, കുടുംബത്തിനകത്ത് വെളിപ്പെടേണ്ട വായ്പങ്ങളെ, ദൈവസഭയിൽ വെളിപ്പെടേണ്ട അനുഗ്രഹങ്ങളെ പതിയിരുന്ന് അപഹരിക്കുന്ന ഫെലിസ്ത്യ വ്യാപാരങ്ങൾ ഈ നിമിഷം പൊട്ടി മാറുന്നു. വഴി തിരിച്ചുവിടുന്ന ഒരു പോരുണ്ട് കേട്ടോ, വഴി മാറ്റിവിടുന്ന ഒരു പോരുണ്ട്. ശക്തമായി ദൈവം അങ്ങനെ പറയുന്നു. വഴിയെ മാറ്റിവിടുന്നത്, വഴിയെ മാറ്റിവിടുന്നത്. ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ദൈവത്തിന്റെ സേവകാത്മാക്കളുടെ സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട്. നീ അക്ഷരികമായി ദൂതന്മാരെ കാണാൻ പോവാ. പ്രവാചകന്മാരെ, അഭിഷക്തന്മാരെ, ഈ സീസണിൽ അക്ഷരികമായി ദൈവത്തിന്റെ ദൂതന്മാരെ കാണത്തക്ക രീതിയിൽ നമ്മുടെ കണ്ണുകളെ കർത്താവ് തുറക്കാൻ പോവാ. Shokoriam teriam satani beteriam babatanabianga അടക്കമ സത്തോമിയ കക്കക്കാനി അമ്പമത്തന ബൗഡബ. പ്രതികരിച്ചു കയറിയാട്ട്. ഇത് ആഭിചാരകന്റെ സമയമല്ല, ഇത് മന്ത്രവാദിയുടെ സമയമല്ല, ഇത് പട്ടണഭൂത ശക്തിയുടെയോ ദുർഭൂത വ്യാപാരങ്ങളുടെ സമയമല്ല. നിന്റെ നേരെ വിരൽ ചൂണ്ടി നിന്റെ ശുശ്രൂഷയെ കാണിച്ചു തരാം, നിന്റെ തലമുറയെ കാണിച്ചു തരാം, നിന്റെ സഭയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ജഡരക്തങ്ങളുടെ സമയമല്ല. തന്റെ മക്കൾക്ക് വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി ദൂതന്മാരെ ദൈവം അയക്കുന്ന സമയമാ. സേവകാത്മാക്കളുടെ സാന്നിധ്യം അഭിഷക്തന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന നിമിഷങ്ങളാ. ചില ഭയത്തിന്റെ കെട്ടുകളിൽ നിമിഷം പൊട്ടുകയാ. ചില ഭയത്തിന്റെ പരിശുദ്ധത എന്നോട് അങ്ങനെ പറയാൻ കഴിയുന്നു. ഭയമിട്ട് രാത്രിയിലെ ഉറക്കത്തെ പോലും തടഞ്ഞ ശക്തമായ ഒരു പ്രവചന അറ്റ്മോസ്ഫിയർ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ശക്തമായ ഒരു ഡെലിവറൻസിന്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. സ്തോത്രം ചെയ്ത് ആരാധിച്ച് അകത്തോട്ട് കയറിക്കോ. എന്നെങ്കിലും അല്ല വിടുതല്, നിന്റെ വിടുതലിന്റെ സീസൺ നിന്റെ ജീവിതത്തിൽ തുറന്നു വന്നിരിക്കുക. ഇത് നമ്മുടെ സമയമാണ്. ഇത് നമ്മുടെ സമയമാ. ഇത് ദൈവജനത്തിന്റെ സമയമാ. ഇത് ദൈവസഭയുടെ സമയമാ. ഒറ്റ രാത്രി വെളുത്തപ്പോ ദൈവം അത്ഭുതം ചെയ്തെങ്കിൽ, ശമരിയ പട്ടണത്തിന്റെ ദാരിദ്ര്യം ഒറ്റ രാത്രി കൊണ്ട് തീർത്തെങ്കിൽ, പരിശുദ്ധമവ് തൊട്ടു പറയുക, നിന്റെ ഞെരുക്കങ്ങളും നിന്റെ കഷ്ടതകളും നിന്റെ ദാരിദ്ര്യങ്ങളും, ചില ദാരിദ്ര്യ പിശാചിനെ ആത്മമണ്ഡലത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുക. എത്ര നന്മകൾ ഉണ്ടെങ്കിലും ഭവനത്തിനകത്ത് ശൂന്യതകൾ വിതയ്ക്കുന്ന, ഭുവനത്തിനകത്ത് ഇല്ലായ്മകൾ വിതയ്ക്കുന്ന ഇതെല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. പക്ഷെ ആത്മതലത്തിൽ ദൂത് മനസ്സിലാകുന്ന ദൈവമക്കൾ ദൂതിനെ പിടിച്ചോണം. വിമർശകന്മാർ വിമർശിക്കട്ടെ, കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ, മാറി നിന്ന് പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. പക്ഷേ അഭിഷേകമുള്ള ഒരു തലമുറ എഴുന്നേൽക്കുകയാ. പുതിയ ഭാഷകളെ ദൈവം തരുക. മങ്ങിപ്പോയ ദൈവത്തിന്റെ കൃപാവരങ്ങൾ ജ്വലിക്കുക. നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യം മടങ്ങി വരിക. ഭവനത്തിനകത്ത് ശത്രു നൃത്തം ചെയ്ത ചില കുടുംബങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുക. കൈരമടിക്കുന്നെങ്കിൽ ശക്തമായി കരമടിച്ചാട്ട്, നാവ് തുറക്കുന്നെങ്കിൽ ശക്തമാവാ തുറന്നാട്ട് ചില പ്രൊഫറ്റിക്കൽ ആക്ഷൻസുകൾ നിന്നിൽ വെളിപ്പെടുത്ത്. നിന്റെ കുടുംബത്തിനകത്തിരുന്ന് സ്തുതിക്കാൻ ഹല്ലേലൂയ അവസരമുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ പ്രതികരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. എബി പാസ്റ്റർക്ക് നിങ്ങളുടെ മഹത്വം വേണ്ട, റോയ് പാസ്റ്റർക്ക് നിങ്ങളുടെ മഹത്വം വേണ്ട. ഞങ്ങൾ പ്രസാദിച്ചാലും ഞങ്ങൾ സ്നേഹിച്ചാലും അതിന് പരിധിയുണ്ട്. പരിധിയില്ലാതെ പരിമിതിയില്ലാതെ നിന്റെ വിഷയങ്ങളെ മാറ്റി തരുവാൻ, നിന്റെ വിഷയങ്ങളെ പരിഹരിക്കുവാൻ. ഞാൻ യേശുവപ്പച്ചനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്റെ സന്ദേശത്തിന് അല്പം മാറുന്നെങ്കിൽ കുഴപ്പമില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കുഷ്ഠത്തെ മാറ്റാൻ കഴിയുമെന്നൊരു കുഷ്ഠരോഗി അടുത്ത് ചെന്നപ്പം എന്റെ യേശുവപ്പച്ചൻ അവനെ ഒന്ന് തൊട്ടു. നിനക്ക് മനസ്സുണ്ടായാൽ മതി. കാരണം കുഷ്ഠരോഗിയുടെ അടുത്തേക്ക് ആരും വരത്തില്ല. ഇവന്റെ വിഷയം ഇവൻ ആദ്യം തിരിച്ചറിഞ്ഞു. രണ്ടാമത് ഇവന്റെ വീട്ടുകാർ തിരിച്ചറിഞ്ഞു. മൂന്നാമത് ഇവന്റെ ആത്മീയ ഗോളം തിരിച്ചറിഞ്ഞു. അവർ വിധിച്ച വിധി എന്താണെന്നറിയാമോ? പാളയത്തിന് പുറത്തു പൊയ്ക്കോണം, പാളയത്തിന് പുറത്തു പൊയ്ക്കോണം. ഇനി ഞങ്ങളുമായ ഒരു സഹവർത്തിത്വമില്ല, ഇനി ഞങ്ങളുമായ ഒരു കൂട്ടായ്മയില്ല. പക്ഷെ അവൻ അറിഞ്ഞു, നസ്രയത്തിൽ ഒരുവൻ ജനിച്ചിട്ടുണ്ട്, നസ്രയത്തിൽ ഒരുവൻ ചലിക്കുന്നുണ്ട്, അവരിൽ നിന്നൊരു ശക്തി പുറപ്പെടുന്നുണ്ട്.
ശബനഘടകസ്യ. ദേവാലയത്തിൽ ചെന്ന മിടുക്കന്മാരെ കിട്ടും കേട്ടോ. ദേവാലയത്തിൽ ചെന്ന അറിവുള്ളവരെ കിട്ടും, ഒത്തുവാക്കിക്ക് വെച്ച് പ്രസംഗിക്കുന്നവരെ കിട്ടും, 8-9 പോയിന്റ് പറയുന്നവരെ കിട്ടും, ഭംഗിക്ക് പ്രസംഗിക്കുന്നവരെ കിട്ടും. പക്ഷെ അവരില്ലാത്ത ഒന്ന് യേശുവിനുണ്ടായിരുന്നു, അതാ അധികാരം. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ജ്ഞാനികളുടെ ഒരു കൂട്ടമല്ല, മിടുക്കന്മാരുടെ ഒരു കൂട്ടമല്ല. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അഭിഷേകമുള്ള ദൈവശക്തിയെ വെളിപ്പെടുത്തുന്ന എവിടെയോ പൈശാചിക മണ്ഡലങ്ങൾ ദൈവമക്കളായി നമ്മളെ ഒതുക്കിയിട്ടുണ്ട്. ദൈവമക്കൾ ആരാന്നറിയാമോ? ഒത്തിരി ജ്ഞാനം വേണ്ടാതെ, ഒത്തിരി മിടുക്ക് വേണ്ടാതെ, ഒത്തിരി വിദ്യാഭ്യാസം വേണ്ടാതെ ദൈവം തരുന്നെങ്കിൽ തരട്ടെ. എന്നാൽ നമ്മുടെ സ്തോത്രത്തിൽ ദൈവശക്തി വ്യാപരിക്കണം, നമ്മുടെ അന്യഭാഷയിൽ ദൈവശക്തി വ്യാപരിക്കണം. ഒരു ഭവനത്തിൽ കാലുകുത്തിയാൽ പൈശാചിക മണ്ഡലം വിറയ്ക്കണം. എത്ര പേർക്ക് പ്രാപിക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്? ഗദരേന്യരുടെ ദേശത്തിന്റെ യേശുവപ്പച്ചൻ കാല് കൗട്ടിയപ്പോ, ഗദരേന്യരുടെ ദേശത്തിന്റെ യേശുവപ്പച്ചൻ കാല് കൗട്ടിയപ്പോ ആ പട്ടണത്തെ അടയ്ക്കുവാണ്. ഇരുളിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ദേശത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഉണ്ടെങ്കിൽ, നിലവിളിക്കുന്ന ഒരു പിതാവ് ഉണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ ഇടവിടവില്ലാതെ പ്രാർത്ഥിക്കുന്ന ആത്മാവി പോരാടുന്ന ഒരു അഭിഷേകനുണ്ടെങ്കിൽ ദേശശക്തി അവരെ ഭയക്കുകയാ. ബദൽ മിനിസ്ട്രീസിൽ നിന്ന്, ബദൽ ചർച്ചുകളിൽ നിന്ന് അങ്ങനെയുള്ള ചിലർ പുറത്തു വരട്ടെ. വ്യക്തികൾ ഭയപ്പെടുന്നവരല്ല, കുടുംബക്കാർ ഭയപ്പെടുന്നവരല്ല, ദേശശക്തികൾ ഭയപ്പെടുന്ന, ദേശ അന്ധകാരങ്ങൾ ഭയപ്പെടുന്ന, പൈശാചിക മേഖലകൾ ഭയപ്പെടുന്ന അഭിഷക്തന്മാർ പുറത്തു വരട്ടെ. എന്നെ അങ്ങനെ തീർക്കണത് എത്ര പേര് പ്രാർത്ഥിക്കും? എന്നെ അങ്ങനെ തീർക്കണമേ, എന്നെ അങ്ങനെ തീർക്കണമേ, എന്നെ അങ്ങനെ മാറ്റണമേ. ആത്മാവിന്റെ തീ ചലിക്കുന്നുണ്ട്, ആത്മാവിന്റെ തീ കത്തിപ്പടരുന്നുണ്ട്. ശത്രുരാധികര ഇതിനകത്തിരിക്കുന്ന ആരും പ്രാപിക്കാതെ പോകത്തില്ല. നിങ്ങളൊന്ന് പ്രതികരിക്കാൻ തയ്യാറായ, ദൈവജനം ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായ, അവന്റെ മഹത്വം അതിന്റെ ശക്തിയോടെ, അവന്റെ മഹത്വം അതിന്റെ ശക്തിയോടെ ഓരോരുത്തരുടെ പേര് വെളിപ്പെടുകയാ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നീ 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 നന്ദി നന്ദി നന്ദി. നീ സാന്നിധ്യമേറ്റതിന് സ്തോത്രം, നീ സാന്നിധ്യമേറ്റതിന് സ്തോത്രം, നീ സാന്നിധ്യമേറ്റതിന് സ്തോത്രം, നീ സാന്നിധ്യമേറ്റതിന് സ്തോത്രം. കർത്തൃദാസൻ ഇൻട്രൊഡക്ഷനിൽ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ വചനം തീ പോലെയാ, അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാ. ആ തീ ഇന്ന് രാത്രി കത്തുന്നുണ്ട്, ഈ തീ നിമിഷം കത്തുന്നുണ്ട്. ചുറ്റിയായ ദൈവത്തിന്റെ വചനം അടിച്ച് തകർക്കേണ്ട പാറകളെ അടിച്ച് തകർക്കുന്നുണ്ട്. ഒരിക്കലും മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് കെട്ടിപ്പൊക്കിയ ശത്രുവിന്റെ കോട്ടകളെ ഈ നിമിഷങ്ങളിൽ ഹല്ലേലൂയ ആ ചുറ്റിക തച്ചുടയ്ക്കുകയാ. ദൈവം എന്നോട് ഇങ്ങനെ പറയുന്നു, ചിലർ പുതുഭാഷകളിൽ സംസാരിക്കാൻ പോവാ. ഇതുവരെ അഭിഷേകത്തിന്റെ ചലനമില്ലാത്തവർ, ഇതുവരെ നാവ് തുറന്ന് ഭാഷ പറയാത്തവർ, നാവിനെ ഒന്ന് വിട്ടുകൊടുക്കാത്ത അടിയുടെ മേൽ ദൈവം വെളിപ്പെടുത്തി തരുന്ന, അടിയുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ ഞാൻ നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ ആരാധിക്കാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുക. നാളുകളായി അന്യഭാഷ ഉണ്ടായിരുന്നു, അഭിഷേകം ഉണ്ടായിരുന്നു. എന്നാൽ നാളുകളായി ആ ബന്ധം ബ്രേക്ക് ആയിട്ട്, നാളുകളായി ആ റിലേഷൻ ബ്രേക്ക് ആയിട്ട് എനിക്കത് മടക്കി വേണം, എനിക്കത് മടക്കി വേണം. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ, ആയിരിക്കുന്ന വാഹനത്തിൽ, ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എന്റെ യേശുവേ നിന്ന് വിളിച്ചാട്ട് പരിശുദ്ധ അമ്മ എന്റെ പേരൊന്ന് വരണമെന്ന്, ശക്തിയോടൊന്ന് വരണമെന്ന് പറഞ്ഞാട്ട് ഹല്ലേലൂയ. മഹത്വത്തിൽ ചലിക്കുന്ന, അധികാരത്തിൽ ചലിക്കുന്ന, ആത്മമേഖലയിൽ ചലിക്കുന്ന ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. അരവ ജനക രമന കവന അടവ ശമന തുരികം ജനക തുരിക ധാനക രംശല ഹംസ അടക തുരികം ജനക തുരികം ഔഡ വാല ശബ്ദ രൗഡ. രക്തത്താലജയം, രക്തത്താലജയം. നമ്മള് കുറിവാക്യമായി വായിച്ച പുസ്തകത്തിലേക്ക് നമുക്ക് വേഗം വരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികൾ, ദൈവം തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. ആദ്യത്തെ 4 പുസ്തകം യേശുവപ്പച്ചന്റെ പ്രവൃത്തിയായിരുന്നെങ്കിൽ 4ാമത്തെ പുസ്തകം യേശു തിരഞ്ഞെടുത്ത തന്റെ മക്കളുടെ പ്രവൃത്തിയാണ്.
ആദ്യത്തെ 4 പുസ്തകം വാഗ്ദത്തമായിരുന്നെങ്കിൽ 5-ാമത്തെ പുസ്തകം വാഗ്ദത്ത നിവർത്തിയ. വാഗ്ദത്തം ചെയ്ത കർത്താവ് ഇന്ന് അവരുടെ കൂടെ ഇല്ല. ഒരു ദൂത് ഞാൻ പറയാം. ദൂത് പറഞ്ഞവർ കൂടില്ല കേട്ടോ. കൂടെ പ്രാർത്ഥിച്ചവർ കൂടില്ല, കൈത്താങ്ങൽ തന്നവർ കൂടില്ല. പക്ഷേ അവരുടെ മേൽ വ്യാപരിച്ച ദൈവസാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്നിൽ വിശ്വസിച്ചവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. പത്രോസേ, പടകിട്ടിട്ട് വാ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഇതൊക്കെ പറഞ്ഞ കർത്താവിന്റെ എന്തിയെ അവൻ ഉദ്ധാനം പ്രാപിച്ച് കയറിപ്പോയി. ജീവിതം ഒരു ചോദ്യചിഹ്നമായി ചില നിമിഷങ്ങളിലേക്ക് മാറിയെങ്കിലും അടുത്ത നിമിഷം അസാധാരണ മണ്ഡലത്തിലേക്ക് കർത്താവ് അവരെ മാറ്റി. ജീവിതത്തിന്റെ ചില പരിവരുത്ത അനുഭവങ്ങൾ ചോദ്യചിഹ്നമായി നമ്മൾ മാറാം. എന്താ ദൈവമേ, എങ്ങനെ കർത്താവ് എന്നുള്ള ചോദ്യം നമ്മുടെ അതിരുകളിൽ ഉണ്ടാകാം. പരിശുദ്ധമ്മ അങ്ങനെ പറയുന്നു. ചില അനിശ്ചിതത്വത്തിലൂടെ പോകുന്ന കർത്തദാസന്മാരുണ്ട്, ചില അനിശ്ചിതത്വത്തിലൂടെ പോകുന്ന ദൈവമക്കളുണ്ട്. ഞാൻ പോലും എന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ തിരിച്ചടികളിൽ ചിന്തിച്ചിട്ടുണ്ട്, ദൈവം എന്നെ വിളിച്ചതാണോ? ഈ ശുശ്രൂഷയുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ ഒക്കുമോ? എത്ര പേർക്ക് മനസ്സിലാകുന്നു? പക്ഷെ ഒറ്റ കാര്യം, പിടിച്ചു നിൽക്കാൻ ഒരു കൃപ ദൈവം നൽകി. പിടിച്ചു നിൽക്കാൻ ഒരു കൃപ ദൈവം നൽകി. ദൈവദാസന്മാരെ നോക്കി ഇങ്ങനെ ഒരു ആലോചന പറയുക. ഒരു പീരീഡിൽ ചുറ്റും നിൽക്കുന്നവർ നിന്നെ സഹായിക്കാൻ ആഗ്രഹിച്ചാലും കർത്താവ് വഴി തുറക്കാത്തടത്തോളം തുറക്കപ്പെടത്തില്ല. ഹൃദയത്തിന്റെ പലകയിൽ എഴുതണം, നിന്റെ കുടുംബത്തെ രക്ഷിക്കുന്നത് ദൈവമാണ്. നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുന്നത് യേശുപ്പച്ചനാണ്. വേറെ ആരിലൂടെ രക്ഷ വരത്തില്ല. വേറെ എത്ര പേർ സഹായിക്കാൻ മുന്നോട്ട് വന്നാലും ഇന്നേ പകല് ശുശ്രൂഷിച്ച ആരാതൊന്നും എനിക്കറിയത്തില്ല. ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, കൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാനിത് പവർ വിഷനിലും ആ ഭാഗം ഒന്ന് എടുത്ത് പരിശുദ്ധമോ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയാൻ ഇടയായിരുന്നു. ദൈവത്തിന് വേണ്ടി നിന്ന ദൈവത്തിന്റെ പ്രവാചകനോട് ദൈവം പറയുക, ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. 2 അധ്യായം കൂടെ മറിക്കുമ്പോ ദൈവം വീണ്ടും പറയുക, ഞാൻ സരാപ്തിന്റെ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ലോകത്തിലെ കഴിവുള്ളവർ അടുത്ത് ചെന്നാൽ, മിടുക്കന്മാർ അടുത്ത് ചെന്നാൽ, രാഷ്ട്രീയ നേതാക്കന്മാർ അടുത്ത് ചെന്നാൽ അവർ പറയും, ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം, ഞങ്ങളൊന്ന് നോക്കട്ടൊക്കുമോന്ന്. പക്ഷെ യേശുപ്പച്ചൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? നമ്മുടെ ദൈവം ഒരു വിഷയവുമായി നമ്മൾ അടുത്ത് ചെല്ലുമ്പോ കഴിവിന്റെ പരമാവധി നോക്കാമെന്ന് പറയുന്നവനല്ല. ഞാൻ ശ്രമിക്കാം, നടക്കുമോന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറയുന്നവനല്ല. ഞാൻ നിനക്ക് വേണ്ടി കൽപ്പിക്കും. അത് കാറ്റിനോട് കൽപ്പിക്കണമെങ്കിൽ കൽപ്പിക്കും, അത് തിരയോട് കൽപ്പിക്കണമെങ്കിൽ തിര കൽപ്പിക്കും, അത് സിംഹങ്ങളോട് കൽപ്പിക്കണമെങ്കിൽ കൽപ്പിക്കും, അത് തടവറയുടെ അടിസ്ഥാനങ്ങളോട് കൽപ്പിക്കണമെങ്കിൽ കൽപ്പിക്കും, അത് തീച്ചയോടോട് കൽപ്പിക്കണമെങ്കിൽ കൽപ്പിക്കും, അത് കാക്കിയോട് കൽപ്പിക്കണമെങ്കിൽ കൽപ്പിക്കും, അത് വിധവയോട് കൽപ്പിക്കണമെങ്കിൽ കൽപ്പിക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആ കൽപ്പനയുടെ അധികാരം ഈ ലൈവിലും വെളിപ്പെടുന്നുണ്ട്. എന്റെ കർത്താവേ, നിന്നോട് ദൈവം ഇങ്ങനെ ഇടപെടുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചിലരോട് കൽപ്പിക്കുന്ന മാസമായി ഈ മാസം. വിശ്വസിക്കാമോ? 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 ഒന്നിലധികം ദൈവദാസിമാരോട് പരിശുദ്ധ ഈ നിമിഷങ്ങളിൽ സംസാരിക്കുക. തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെട്ട നിങ്ങളായിരിക്കുന്നത്. പക്ഷേ ഈ ദിവസങ്ങളിലെ മീറ്റിങ്ങിന് നിങ്ങൾ ശ്രദ്ധയോടെ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന പുറപ്പെട്ടിട്ടുണ്ട്. പൈതലെ, നിന്റെ ഭാവിക്ക് വേണ്ടി കൽപ്പന പുറപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞെ, നിന്റെ ഭാവിക്ക് വേണ്ടി, ദൈവദാസനെ, നിന്റെ ഭാവിക്ക് വേണ്ടി, നീ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് വേണ്ടി സ്വർഗത്തിൽ ഒരു കൽപ്പന പുറപ്പെട്ടിട്ടുണ്ട്. അതെന്റെ ഭവനത്തിൽ വന്നെന്ന് വിശ്വസിക്കുക, അതെന്റെ ജീവിതത്തിൽ വന്നെന്ന് വിശ്വസിക്കുക, അതെന്റെ ജീവിതാനുഭവത്തിൽ വന്നെന്ന് വിശ്വസിക്കുക. കത്തുന്നു 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 കത്തുന്നു. ആ തീയുടെ മണത്തെ എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അന്ധകാര മണ്ഡലങ്ങൾ കയറ്റി മാറട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ ഉരുകി മാറട്ടെ. ദൈവജനത്തിന് തടസ്സമായി അവൻ ഉയർത്തിയ വെല്ലുവിളികൾ ഈ നിമിഷം വ്യാപരിക്കുന്ന അഭിഷേകത്താൽ, ഈ നിമിഷം വ്യാപരിക്കുന്ന ദൈവപ്രസൻസിന് കത്തി മാറട്ടെ. എത്ര പേർക്ക് ആത്മതലത്തിൽ അടുത്ത മേഖലയിലേക്ക് സ്റ്റെപ്പ് വെച്ച് കയറാൻ കഴിയും? നിന്റെ ആത്മതലങ്ങളെ തുറക്കുന്ന നിമിഷങ്ങളാ, ആത്മീയ കാഴ്ചപ്പാടുകളെ തുറക്കുന്ന നിമിഷങ്ങളാ. അടുത്തൊരു അന്തരീക്ഷത്തിലേക്ക് ദൈവം മാറ്റുക.
ഓ സെൻസിറ്റീവായ ഒരു ഹൃദയത്തിലേക്ക്, സെൻസിറ്റീവായ ഒരു മേഖലയിലേക്ക് കർത്താവ് നമ്മളെ പറിച്ചെറിയുന്ന നിമിഷങ്ങളാണ്. അതന്നെ അചനഘടകസിയ ഇച്ചിരി പാടാ കേട്ടോ, ഇച്ചിരി പാടാ. കാക്കയിൽ നിന്ന് അപ്പം മേടിക്കുന്നത് ഇച്ചിരി പാടാ. അതൊക്കെ മാനുഷ്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ ഒക്കുന്നതല്ല. അതാ ഈ ആത്മപൂർണ്ണം പ്രാന്തനം എന്നൊക്കെ പറഞ്ഞത് സാധാരണ ലെവലിൽ നിൽക്കുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല. വിധവയുടെ വീട്ടിലോട്ട് ചെന്നപ്പം കൽപ്പിച്ചെന്ന് ദൈവം പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നപ്പോ എന്താണെന്നറിയാമോ? അവള് 2 വിറക് പറക്കുക. ഇത് എന്റെ അനുഗ്രഹത്തിന്റെ പ്ലേസ് ആണെന്ന് ആത്മമണ്ഡലത്തിൽ കർത്തൃദാസൻ സെൻസ് ചെയ്തു. ഭൗതിക മണ്ഡലത്തിൽ ഒരു സാധ്യതയുമില്ല. എത്ര പേർക്ക് അങ്ങനെ ചലിച്ചു കയറാൻ ഒക്കും? ലിറ്ററലായിട്ട് 100-101% സാധ്യതയുള്ളപ്പം കർത്താവ് പ്രവർത്തിക്കുന്നെന്ന് പറയാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ 2 വിറക് പറക്കി ഞാനും കുഞ്ഞും 2 അപ്പം ഉണ്ടാക്കി ചാവാൻ തുടങ്ങുകയാണെന്ന് പറയുന്ന സ്ത്രീയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു കഷണം അപ്പം കൊണ്ടുവരാൻ പറയാൻ അഭിഷേകമുള്ളവനെ കഴിയത്തുള്ളൂ. ആത്മമണ്ഡലത്തിൽ ചലിക്കുന്നവനെ കഴിയത്തുള്ളൂ. ഈ ദൂതിനോട് എല്ലാവരും പ്രതികരിക്കത്തില്ല, ഈ ആലോചനയോട് എല്ലാവരും പ്രതികരിക്കത്തില്ല. പക്ഷെ ആത്മബലത്തിൽ അസാധാരണ മേഖലയിൽ ചലിക്കുന്ന ചിലത് ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നുണ്ട്. അവർക്ക് സാഹചര്യം വിഷയമല്ല, അവർക്ക് സന്ദർഭം വിഷയമല്ല, പ്രതികരണം വിഷയമല്ല. ഞാൻ ചിന്തിച്ചു, എലിയാവേ നീ ഡൗൺ ആയി പോകേണ്ടിയല്ലയോ? ജീവിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോ അവള് പറയുന്നത് മരണമാ. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, പോസിറ്റീവ് വൈബ് ഉള്ളവരുടെ ഇടയ്ക്ക്, പോസിറ്റീവായി പറയുന്നവരുടെ ഇടയ്ക്ക് നിന്നാൽ ഒരു ചൈതന്യം ഉണ്ടാകുമെന്ന്. പക്ഷെ അഭിഷക്തന് എപ്പോഴും പോസിറ്റീവ് റേഞ്ച് തരാൻ പരിശുദ്ധാത്മാവിനെ കഴിയത്തുള്ളൂ. നിന്നെ പോസിറ്റീവാക്കി നിർത്താൻ ദൈവ സാന്നിധ്യത്തിനെ കഴിയത്തുള്ളൂ. ഈ വിധവയുടെ അടുത്ത് ചെന്ന് ഭക്തൻ കേൾക്കുന്നത് നെഗറ്റീവ് വൈബാ, നെഗറ്റീവ് റിയാക്ഷനാണ്. പക്ഷെ അതിനകത്തും ഒരു പോസിറ്റീവ് എനർജി താൻ തിരിച്ചറിയുക. ഈ ദൂത് ചില കുടുംബങ്ങളിലേക്ക് ഇടിച്ചിറങ്ങുന്നുണ്ട് കേട്ടോ. ഈ ദൂത് ചില അഭിഷക്തന്മാരിലേക്ക് ഇടിച്ചിറങ്ങുന്നുണ്ട്. ഈ കഥന ഘടക സിയത്തന ബൗഡ നിനക്ക് വേണ്ടി കൽപ്പിച്ച രാജ്യത്ത്, നിനക്ക് വേണ്ടി കൽപ്പിച്ച ഓഫീസിൽ ഇപ്പൊ നീ ചുള്ളി വിറകുകളെ കാണുന്നുള്ളൂ. കത്തിക്കയറണം. ബർബരന്മാര് ദയ കാണിച്ച് പൗലോസിന് കൊടുത്തു എന്നറിയാമോ? ചില ചുള്ളി വിറകുകളാ. പക്ഷെ ആ വിറക് അവൻ തീക്കാത്തോട്ടിട്ടു. ഇവിടെ വിറകെ ഉള്ളെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയില്ല, അത് തീക്കാത്തോട്ടിട്ടു. ആ തീ അങ്ങോട്ട് ആള് കത്താൻ തുടങ്ങിയപ്പോൾ പട്ടണത്തെ വാണ ഇരുണ്ട ഹല്ലേലൂയ ഇരുളിന്റെ ആത്മാവ് വെളിപ്പെടാൻ തുടങ്ങി. ചില ചുള്ളി വിറകുകൾ കണ്ടിട്ട് നീ നിരാശപ്പെടല്ലേ. ഹല്ലേലൂയ ഇപ്പോഴുള്ള തുടക്കം കണ്ടിട്ട് നീ വേദനിക്കരുത്. ഹല്ലേലൂയ ദൈവം അയച്ചതാണെങ്കിൽ, ദൈവം പറഞ്ഞതാണെങ്കിൽ, ദൈവം പൂർണ്ണതാണെങ്കിൽ അതിനകത്തൊരു നന്മയുണ്ട്. ശതനഘടകസിയ അല്പ സന്ദേശം മാറുന്നു, എന്നാലും കുഴപ്പമില്ല. ഈ കാക്കയ്ക്ക് ആഹാരം കൊടുത്തപ്പം ഏലിയാവിന് വലിയ ടാസ്ക് ഇല്ലായിരുന്നു കേട്ടോ, വലിയ ഉത്തരവാദിത്തം ഇല്ലായിരുന്നു. കാരണം അവൻ ദൈവം പറഞ്ഞത് അങ്ങ് അനുസരിച്ചപ്പം കാലത്തും വൈകിട്ടും ആര് വരുവാനും ദൈവമക്കളൊന്ന് പ്രതികരിച്ചാട്ടെ. ഹല്ലേലൂയ കാക്ക വരുവായിരുന്നു. സൂപ്പർ ആഹാരം കഴിച്ചവൻ കിടന്നു. പക്ഷെ കെരീത്തി ചെന്നപ്പോ സാഹചര്യം വേറെയാ. പക്ഷെ ഞാനൊരു ദൂത് ദൈവമക്കളോട് പറയാം. ഹല്ലേലൂയ സരാപ്തയിൽ ചെന്നപ്പോഴത്തേന് സാഹചര്യം വേറെയാ. എന്നാ കെരീത്തിലുണ്ടല്ലോ അനുഗ്രഹം ലിമിറ്റ് ആയിരുന്നു. രാവിലെ വൈകിട്ടുമേ വരത്തുള്ളൂ. വലിയ പ്രാർത്ഥന വേണ്ട, വലിയ ആരാധന വേണ്ട, വലിയ അന്യഭാഷ വേണ്ട. അവിടെ ഇരുന്നാ മതി. കാലത്തും വൈകിട്ടും ആര് വരും? കാക്ക വരും. വലിയ അധ്വാനം വേണ്ട. പക്ഷേ അതിന്റെ അനുഗ്രഹത്തിനൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ സരാപ്തയിൽ ചെന്നപ്പോ ഇച്ചൂടൊന്ന് പോരാടണം. പോരാടാൻ ഒരു ആത്മബലമുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? കെരീത്തിൽ അവർക്ക് വിഷയമില്ലല്ലോ എന്ന് പറയുമ്പോ സരാപ്തയിലേക്ക് നിന്നെ കൊണ്ടുവന്ന എന്തിനാണെന്നറിയാമോ? അതിലൊന്ന് വിശാലമാക്കാനാ. 2 നേരം ആഹാരം കഴിച്ച സീസൺ കഴിഞ്ഞുപോയി. കലത്തിലെ മാവ് കുറയുന്നില്ലെങ്കിൽ എപ്പോഴൊക്കെ വിശന്നാലും ഏലിയാവിനൊന്ന് ചോദിച്ചാൽ മതി. ഹല്ലേലൂയ സഹോദരി എനിക്കൊരു ചപ്പാത്തി കൊണ്ടുവരാൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ റെഡിയാ. അങ്ങനൊരു മേഖലയിലേക്ക് സഭയെ മാറ്റാൻ പോവാ. ബേബി പാസ്റ്റർ വിശ്വസിക്കാമോ? റോയി ബേബി പാസ്റ്റർ വിശ്വസിക്കാമോ? അതിന് മാറാൻ പോവാ. ദൈവം പറയുക അതിന് മാറാൻ പോവാ. കാലത്തും വൈകിട്ടുമുള്ള ലിമിറ്റഡായ നന്മയുടെ അതിന് മാറാൻ പോവാ.
ഈ ദിവസങ്ങളിലുള്ള ഫൈറ്റ് ദൈവസഭയെ നോക്കി ദൈവം പ്രവചിക്കുക. ആത്മതലത്തിൽ നിങ്ങൾ കയറി നിന്നാൽ ദൈവദാസിമാരെ, ദൈവദാസന്മാരെ, ആ ദൂതിന്റെ കൂടെ ചലിച്ച് കയറിയാട്ട്, കെരീത്തിലെ നന്മയ്ക്ക് ലിമിറ്റുള്ളപ്പോ സരാപ്തയിലെ നന്മയ്ക്ക് ലിമിറ്റില്ല. ക്ഷാമകാലം തീരുന്നത് വരെ ആ കുടുംബത്തിനകത്തെ നന്മ തീർന്നു പോയില്ല. കെരീത്തില് രാവിലെ ആഹാരം കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തിന് കാത്തിരിക്കണം. കാത്തിരിപ്പിന്റെ കാലം കഴിയുക കേട്ടോ. ദൈവമക്കളെ നോക്കി പ്രവചിച്ചു ദൈവം പറയുക, ദൈവദാസന്മാരെ നോക്കി പ്രവചിച്ചു പറയുക, അഭിഷക്തന്മാരെ നോക്കി പ്രവചിച്ചു പറയുക. കാക്കിയുടെ വരവിന് വേണ്ടിയുള്ള നോക്കിയിരിപ്പിന്റെ സീസൺ കഴിയുക. നീ അടുത്തൊരു ആത്മതലത്തിലേക്ക് പിടിച്ചു കയറാൻ പോവാ. ഒരിക്കലും ചിന്തിക്കാത്ത ഒരു വെളിപ്പാട് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവം എന്നിലൂടെ റിലീസാകുന്നുണ്ടെങ്കിൽ അത് കുടുംബങ്ങൾക്ക് വിടുതലാകുക, അത് തലമുറകൾക്ക് വിടുതലാകുക. കുഞ്ഞിന്റെ നന്മ നോക്കി പ്രാരംഭ മാസത്തിൽ ഇരിക്കുക, ഭർത്താവിന്റെ നന്മ നോക്കി പ്രാരംഭ മാസത്തിൽ ഇരിക്കുക, ജോലിയുടെ ശമ്പളം കിട്ടാൻ പ്രാരംഭ മാസത്തിൽ നിൽക്കുക. ചില ലിമിറ്റിന്റെ കെട്ട് പൊട്ടാൻ പോവാ. എത്ര പേരത് സ്വീകരിക്കുന്നു? ആത്മാവ് ദൈവസഭയെ നോക്കി ദൂത് പറയുക. ആത്മാവ് വെർച്വൽ പ്ലാറ്റ്ഫോമിലുള്ള, ഈ യൂട്യൂബിലുള്ള, ഈ ഫേസ്ബുക്കിലുള്ള ഓരോ ദൈവമക്കളെ നോക്കി തൊട്ടിങ്ങനെ ആലോചന പറയുക. നിന്റെ ആതിരിന്റെ കെട്ട് പൊട്ടാൻ പോവാ. എന്നും കെരീത്തുകൊണ്ട് തീരാൻ നീ ആഗ്രഹിക്കല്ലേ? അങ്ങനെ നീ പ്രാർത്ഥിക്കരുത്. അടുത്തൊരു തലത്തിലോട്ട് കയറണം. കയറണമെങ്കിൽ അങ്ങനൊരു ആത്മവെളിപ്പാട് കത്തണം. അങ്ങനൊരു ദൈവത്തിന്റെ ആത്മമേഖല ചലിക്കണം. വിപരീത സാഹചര്യത്തിന് പിടിച്ചു നിൽക്കാൻ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലമാ, ഇതെനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സഹോദരിയാ, ഇതെനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കുടുംബമാണെന്ന് അഭിഷക്തൻ ആത്മമണ്ഡലത്തിൽ തിരിച്ചറിഞ്ഞു. അച്ചരികമായ മണ്ഡലത്തിൽ തിരിച്ചറിഞ്ഞാൽ തോറ്റുപോകും കേട്ടോ. ചെല്ലെ നോക്കി ആത്മാവ് ഇങ്ങനെ പ്രവചിക്കുക. തലപൊക്കി ലോത്ത് നോക്കിയപ്പോ സോദോമും ഗോമോറയും നീരോട്ടമുള്ള സ്ഥലമാണെന്ന് തോന്നി. തലപൊക്കി നോക്കുമ്പോ കാനഡ നല്ലതാ, തലപൊക്കി നോക്കുമ്പോ ന്യൂസിലൻഡ് നല്ലതാ, തലപൊക്കി നോക്കുമ്പോ അമേരിക്ക നല്ലതാ, തലപൊക്കി നോക്കുമ്പോ പല രാജ്യങ്ങളും നല്ലതാ. പക്ഷെ അതിന്റെ പിറകിൽ ദൈവകരം ചലിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. നൂറുകണക്കിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്തദാസന. പക്ഷെ ശക്തമായി ഞാൻ ആലോചന പറയും, ശക്തമായി എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നോട് പറയും, ദൈവഹിതമില്ലെങ്കിൽ നീ കാനഡയിൽ പോയാലും അവിടെ മരുഭൂമിയാ. എന്നാൽ ദൈവഹിതമുണ്ടെങ്കിൽ നീ ബീഹാറിൽ പോയാലും അവിടെ അനുഗ്രഹമാ. എല്ലാരും പ്രതികരിക്കത്തില്ല കേട്ടോ, എല്ലാരും ദൈവത്തെ സ്തുതിക്കത്തില്ല. അങ്ങനൊരു മേഖല കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പലരും വലഞ്ഞു പോവുക, പലരും അലഞ്ഞു പോകുക, പലരും ക്ഷീണിച്ചു പോകുക, പലരുടെയും കുടുംബജീവിതം തകർന്നു പോകുക. കാരണം എന്താണെന്നറിയാമോ? പുറകിൽ ദൈവ സാന്നിധ്യമില്ല. എന്റെ കുറുവാക്യത്തിലൊന്നും എനിക്ക് വരാനൊക്കത്തില്ല, എനിക്കറിയാം. പക്ഷെ ഭയങ്കര ഒരു നിയോഗം ചലിക്കുന്നുണ്ട്. നീരോട്ടമുള്ള സ്ഥലം തെരഞ്ഞെടുത്തോണ്ട് എന്തോ ഗുണം വന്നു? ഭയങ്കര ഗുണമാ വാസ്തേ. അബ്രഹാം കൂടാരത്തിൽ പാർത്തപ്പം തേണ്ട ലോത്ത് പട്ടണത്തിൽ നീരോട്ടമുള്ള സ്ഥലം തെരഞ്ഞെടുത്തോണ്ട് എന്തോ ഗുണം വന്നു? ഭയങ്കര ഗുണമാ വാസ്തേ. അബ്രഹാം കൂടാരത്തിൽ പാർത്തപ്പം തേണ്ട ലോത്ത് പട്ടണത്തിൽ പാർക്കുന്നു. പക്ഷെ പട്ടണത്തിൽ ലോത്തിന്റെ കൂടെ ദൈവമില്ല. അതാ വ്യത്യാസം. ദൈവമക്കൾ ദൈവ സാന്നിധ്യമുള്ള കൂടാരങ്ങളാ തെരഞ്ഞെടുക്കേണ്ടത്. ദൈവ സാന്നിധ്യമില്ലാത്ത പട്ടണങ്ങൾ തെരഞ്ഞെടുക്കരുത്. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവ സാന്നിധ്യമില്ലാത്ത പട്ടണങ്ങളിലേക്ക് അയക്കരുത്. ദൈവഹിതമില്ലാത്ത പട്ടണങ്ങളിലേക്ക് അയക്കരുത്. ഈ ലൈവിൽ നിന്നുകൊണ്ട് പ്രവചിക്കുക. ദൈവ സാന്നിധ്യമില്ലാത്തടത്ത് അയച്ച അതിന്റെ ഹല്ലേലൂയ അവസാനം പരാജയമാ.
കത്തിക്കയറുക, കത്തിക്കയറുക, ആത്മമേഖല കത്തിക്കയറുക. ഉടവ സത്തര അധികരഘടകസിയ. ഓ ദൈവഹിതമില്ലാതെ പലയിടത്തും സ്റ്റെപ്പ് വെച്ച് പരാജയപ്പെട്ടവർ, ഓ ഈ നിമിഷങ്ങൾ എന്റെ യേശുവേ എന്ന് പറഞ്ഞാൽ മതി, എന്റെ യേശുവേ എന്ന് പറഞ്ഞാൽ മതി. നിന്റെ പരാജയങ്ങളെ ജയമാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ തോൽവികളെ വിജയമാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. അടവ സന്ധര ബൗഡിവത്താനി ഘടകസ്യ അന്തക്ഷര ഘടകസ്യ ബൗഡവാനഘടകസ്യ അത്തര ബൗഡവാനഘടകസ്യ. ആത്മമേഖലയിൽ സെൻസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഓ ദൈവജനം ആത്മമേഖലയിൽ സെൻസ് ചെയ്ത് മുന്നോട്ട് പോകണം. ആത്മമേഖലയിൽ സെൻസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഓ ഹല്ലേലൂയ. അമർത്തി കുലുക്കി തരാൻ ദൈവം ശക്തനാകട്ടോ. ഇവിടെ 17-ാം വയസ്സിൽ ഈ കറുത്ത പുസ്തകവുമായിട്ട് ഇറങ്ങിയതാ. ഇന്ന് 40 വയസ്സായി. ഓ ഈ വചനം കൈപ്പിടിച്ചോണ്ട് പറയട്ടെ, ഹി ഈസ് സോ ഫെയ്ത്ത്ഫുൾ, ഹി ഈസ് സോ ഫെയ്ത്ത്ഫുൾ, ഹി ഈസ് സോ ഫെയ്ത്ത്ഫുൾ. വാഹനം വേണോ, വീട് വേണോ, സ്ഥലം വേണോ, ഓ ഏത് നന്മ വേണം, വിശ്വസ്തയോടൊന്ന് നിന്നേ, വിശ്വസ്തയോടൊന്ന് നിന്നേ. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. ഒരു ഭക്തൻ ആത്മ കണ്ണുകൊണ്ട് വിധവയുടെ ഭവനത്തിലെ നന്മ കണ്ടപ്പോ, ഒരു മനുഷ്യൻ അക്ഷരീയ കണ്ണുകൊണ്ട് ചുടബ സദന സോതോമും ഗോമോറയും നല്ലതാന്ന് കണ്ടു. അത് നീരോട്ടമുള്ള സ്ഥലമാന്ന് കണ്ടു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നല്ല സ്ഥലമാന്ന് പറഞ്ഞു. ജോലി കിട്ടാൻ നല്ല സ്ഥലമാന്ന് പറഞ്ഞു. നല്ല കാര്യം, നല്ല കാര്യം. നമ്മുടെ ദൈവമക്കളൊക്കെ വിദേശത്തേക്ക് പോകട്ടെ, നമ്മുടെ തലമുറകളൊക്കെ രാജ്യങ്ങളിലേക്ക് പോകട്ടെ, അവരുടെ നന്മകൾ ദൈവദാസന്മാർക്ക് അനുഗ്രഹമാകട്ടെ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന് വേണ്ടി നിൽക്കാത്തവൻ ഏതൊക്കെ രാജ്യത്ത് പോയാലും ദൈവരാജ്യത്തിന് ഗുണമില്ലല്ലോ. കൂടവ സദനവ അഭിഷേകമുള്ളവൻ പോകട്ടെ, ആത്മസാന്നിധ്യം ഉള്ളവൻ പോകട്ടെ, ദൈവകൃപയിൽ ചലിക്കുന്നവൻ പോകട്ടെ. ദൈവമില്ലാത്തവൻ പോയി കുറെ പണം നേടി ലോകം കൊണ്ട് തീരുമ്പോ അഭിഷേകമുള്ളവൻ പോകട്ടെ. പക്ഷെ ഒറ്റ ദൂത്, അതിന് പുറകിലൊരു ദൈവാലോചന ഉണ്ടായിരിക്കണം, അതിന് പുറകിലൊരു ദൈവശബ്ദം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പിടിച്ചു കയറാൻ ഒക്കുന്നുണ്ടോ? ഓ പരിശുദ്ധാത്മാവ് കൈമാറുന്ന ഡെപ്ത് ദൂതുകളെ പിടിച്ചു കയറാൻ ഒക്കുന്നുണ്ടോ? ഒരാത്മമനുഷ്യൻ വിധവയുടെ ഭവനത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോ 100-101 സാധ്യതകളില്ല. എല്ലാ സാധ്യതകളും അടയപ്പെട്ടതാ. പക്ഷെ തന്റെ അകത്ത് ഉടവ സപ്തര തന്റെ ഇത് അനുഗ്രഹത്തിന്റെ പ്ലേസ് ആണെന്നുള്ള മുഴക്കം കേൾക്കുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധമോ തൊട്ടു പറയുക, ഇന്ന് ശൂന്യതയായിരിക്കാം, ഇന്ന് ദാരിദ്ര്യമായിരിക്കാം, ഇന്ന് കഷ്ടതയായിരിക്കാം, പക്ഷെ നീ അവിടുന്ന് പിടിച്ചു നിൽക്ക്. ആ ദേശത്തിന്റെ നന്മ നീ അനുഭവിക്കാൻ പോവാ, ആ ദേശത്തിന്റെ നന്മ അനുഭവിക്കാൻ പോവാ. ആന്റി, ആ പട്ടണത്തിന്റെ നന്മ അനുഭവിക്കുക, ആ ദേശത്തിന്റെ നന്മ അനുഭവിക്കുക. ചില ചാലുകളെ കർത്തൃദാസനെ, ദൈവമക്കളെ, അവൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാ. ദൂതന്മാർ ഹല്ലേലൂയ ഉരുപ്പിടിച്ച വാളുമായി ഇറങ്ങിയപ്പോൾ തന്നെ ചില ദൂതന്മാർ ചില താക്കോലുമായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രവചന മേഖലയില് എന്റെ ഹൃദയ ദൃഷ്ടിയിൽ ഇങ്ങനെ കാണുക, എന്റെ ആത്മ കണ്ണിൽ ഇങ്ങനെ കാണുക. ചില ദൂതന്മാർ ചില ദൈവമക്കൾക്ക് വേണ്ടി ഓ ഹല്ലേലൂയ ഈ നിമിഷങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ദാവീദിന്റെ താക്കോലുള്ളവൻ, ആ താക്കോലുമായി ഈ നിമിഷം ഇറങ്ങി വന്നിട്ടുണ്ട്. ആത്മമേഖല ചലിച്ചു കയറുന്നു, ദൈവത്തിന്റെ അധികാരം ചലിച്ചു കയറുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം ചലിച്ചു കയറുന്നു. ഒരു തീയുടെ അഭിഷേകം മൂവ് ചെയ്യുന്നുണ്ട്, ഒരു തീയുടെ സാന്നിധ്യം മൂവ് ചെയ്യുന്നുണ്ട്. ഇതുവരെ നമ്മൾ പോയതുപോലെ പോകത്തില്ല, ഇതുവരെ നമ്മൾ പോയതുപോലെ പോകത്തില്ല. ഒരു അസാധാരണ ആത്മമേഖലയെ എന്റെ കർത്താവ് ദൈവ ജനത്തിന് വേണ്ടി തുറക്കുന്നു. സഭയുടെ മുഖച്ഛായ മാറാൻ പോവാ, കർത്തൃദാസന്റെ ശുശ്രൂഷ മാറാൻ പോവാ. ദൈവസഭയില് ഓ പരിശുദ്ധാത്മാവിന്റെ ഓ ശക്തിയെ ഞങ്ങൾ തുറന്നു വിടുകയാ, അത്ഭുതങ്ങളെ ഞങ്ങൾ തുറന്നു വിടുകയാ, അടയാളങ്ങളെ ഞങ്ങൾ തുറന്നു വിടുകയാ, ഓ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ തുറന്നു വിടുകയാ. വെളിപ്പാടുകൾ കത്തട്ടെ, വെളിപ്പാടുകൾ കത്തട്ടെ, ദൈവ സാന്നിധ്യം അതിന്റെ ശക്തിയിൽ കത്തട്ടെ, ദൈവകൃപ അതിന്റെ അളവിൽ കത്തട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം, ഇത് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഇടപെടുന്ന സമയം. സ്തോത്രം. അപ്പൊ ദൈവം എന്ത് സംസാരിച്ചാലും, ദൈവം എന്ത് സംസാരിച്ചാലും അത് പ്രവർത്തിക്കും കേട്ടോ. മനുഷ്യന് ഗതിഭേദത്തിലുള്ള ആച്ഛാദനമുണ്ട്, മനുഷ്യൻ സാഹചര്യത്തിനനുസരിച്ച് മാറിയെന്ന് വരും. ഈ പ്രസംഗിക്കുന്ന ഞാൻ പോലും
പ്രോമിസ് പറഞ്ഞിട്ട് ചിലപ്പോൾ നിവർത്തിക്കാൻ ഒത്തൊന്നു വരത്തില്ല. പക്ഷെ കർത്താവ് അങ്ങനല്ല. അവൻ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്ന തൊട്ടു പറയുക, തൊട്ടു പറയുക, തൊട്ടു പറയുക. എന്റെ കർത്താവ്, നമ്മുടെ യേശുപ്പച്ചൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാ. ദൈവസഭയെ നോക്കി അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്തൃദാസനെ കുടുംബത്തെ നോക്കി അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവമക്കളെ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിവർത്തിക്കും. ആകാശം മാറിയെന്ന് വരും, ഭൂമി മാറിയെന്ന് വരും. കർത്താവിന്റെ വചനത്തിന്, ദൈവത്തിന്റെ വചനത്തിന് വള്ളി പുള്ളി മാറ്റമില്ല. ദൈവത്തിന്റെ വചനത്തിന് വള്ളി പുള്ളി മാറ്റമില്ല. രക്തത്താലെ ജയം, യേശുവിന്റെ രക്തത്താലെ ജയം, യേശുവിന്റെ രക്തത്താലെ ജയം, യേശുവിന്റെ രക്തത്താലെ ജയം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിന്റെ മക്കളെ തൊടുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, സാധാരണ ഒരു മേഖല പ്രകാശിക്കുന്നല്ലോ, സാധാരണ ഒരു മേഖല കത്തുന്നല്ലോ. എനിക്ക് വാക്കുകൾ പറയാൻ കഴിയാത്തതുപോലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്റെ മേൽ കത്തിയിറങ്ങുന്നു. അത് ഞാൻ ഈ ജനത്തിന്റെ മേൽ റിലീസ് ചെയ്യുന്നു. രോഗ സൗഖ്യങ്ങൾ നടക്കട്ടെ. നാളുകളായി നിന്നെ പിന്തുടരുന്ന ചില പാരമ്പര്യ രോഗത്തിന്റെ കെട്ടഴിയട്ടെ, ചില പാരമ്പര്യ ബന്ധനങ്ങൾ അഴിയട്ടെ. കുടുംബത്തിന് അസമാധാനം വിതയ്ക്കുന്ന, ചിലതിനെ വഴിതെറ്റിച്ചു വിടുന്ന, ചിലതിനെ വശീകരണത്തിലേക്കോ ലോകത്തിന്റെ ആകർഷണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇരുന്ന് പകരട്ടെ. Ribatana Bashatana Basitana Baudicata number Teri and the Cheda Teri Kata Chamba Rekatana Bauda Atakasa Dambo Roti Diamba Pane Katu Dingatana Kata Iba Ramba Raudi Kashatani Amba Bauda Baba and the Raudi Pana Kato Rodi Amba Baudi Bala Kata Uti Kata Tani Amba Tana Kata Teri Amba Vikatana Bauda Bala Kata Da Buda Baba Baba David Jenathan Cheda ദൈവസഭയ്ക്കെതിരെ ചെയ്ത, ദൈവമക്കൾക്കെതിരെ ചെയ്ത ചില ആഭിചാരത്തിന്റെ മണ്ഡലങ്ങൾ അടിയട്ടെ. ഓ നിന്റെ മണ്ണിനെ അവകാശം വെച്ച് മണ്ണിനകത്ത് ചെയ്തു കൂട്ടിയ കാലലൂയ ക്രിയകളുടെ ശക്തികൾ ഈ നിമിഷങ്ങളിൽ ക്ഷയിക്കട്ടെ. ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥനകളിൽ ക്ഷയിക്കട്ടെ. ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഭവനത്തിനകത്തേക്ക് വരുമ്പോൾ സ്വസ്ഥതകളെ കെടുത്തുന്ന, ഭവനത്തിനകത്തേക്ക് വരുമ്പോൾ സമാധാനത്തെ കെടുത്തുന്ന, ഭവനത്തിനകത്ത് വാഴേണ്ട, ഭവനത്തിനകത്ത് വസിക്കേണ്ട ചിലതിനെ ദേശത്ത് ഊടാടി സഞ്ചരിപ്പിക്കുന്ന, ഭവനത്തിനകത്ത് വെളിപ്പെടേണ്ട വിടുതലുകളെ ദേശത്തേക്ക് ചിതറിച്ചു കളയുന്ന അന്ധകാര മണ്ഡലങ്ങളും പൈശാചിക മണ്ഡലങ്ങളും ഈ നിമിഷങ്ങളിൽ കീഴടങ്ങുക. നിന്റെ ബുദ്ധി കൊണ്ട് കഴിയാത്തത്, നിന്റെ ജ്ഞാനം കൊണ്ട് കഴിയാത്തത്, നിന്റെ മിടുക്ക് കൊണ്ട് കഴിയാത്തത് അഭിഷേകം ചെയ്തു തരുന്ന നിമിഷങ്ങളാ. അഭിഷേകം ചെയ്തു തരുന്ന നിമിഷങ്ങളാ. രക്തത്താലെ ജയം, രക്തത്താലെ ജയം. സത്യം പറഞ്ഞാലേ ഈ 3.5 വർഷം ഇവർക്കൊന്നും അറിയുന്നില്ല കേട്ടോ. ഇവരൊന്നും അറിയുന്നില്ല. യേശുവിന്റെ കൂടെ നടന്നപ്പോൾ ഒന്നും അറിഞ്ഞില്ല, യേശുവപ്പച്ചന്റെ കൂടെ നടന്നപ്പോൾ ഒന്നും അറിഞ്ഞില്ല. പക്ഷേ യേശുവപ്പച്ചൻ ക്രൂശിക്കപ്പെട്ട് പുനരുത്ഥാനം പ്രാപിച്ചു കഴിഞ്ഞപ്പോ, അല്ലെ യേശുവപ്പച്ചൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ഇവർക്ക് വല്ലാത്ത ശൂന്യത വേട്ടയാടാൻ തുടങ്ങി. യേശു ഉള്ളപ്പോൾ യേശുവപ്പന്റെ വില ഇവരറിഞ്ഞില്ല. വിശക്കുമ്പോ ആഹാരം, ഇനിയും നികുതി കൊടുക്കണമെങ്കിൽ കർത്താവ് പറയും, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ മീന്റെ വായിൽ കൽപ്പിച്ചു വെച്ചേക്കുക. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന നന്മ നഷ്ടപ്പെട്ടു പോകുമല്ലോ, അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നത്. ഞാനിങ്ങനെ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, മീന്റെ വയറ്റിൽ കൽപ്പിച്ച് വെച്ചതല്ല ദൈവം പറഞ്ഞത്, മീന്റെ വായിലുണ്ടെന്നാ പറഞ്ഞത്. മീന്റെ വായിൽ ഒരു ദ്രഹ്മ ഉണ്ടെങ്കിൽ വീണ്ടും ഒരു ചൂണ്ടയുടെ ഇരയിൽ അത് കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ ആ നാണയം വെളിയിൽ പോകണം, അല്ലെങ്കിൽ ആ നാണയം വയറ്റിൽ പോകണം. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? പക്ഷെങ്കിൽ അത് ഹ്യൂമൻ ലോജിക്കാ, അത് മാനുഷിക നിയമമാണ്. എന്നാ കർത്താവ് നിനക്ക് വേണ്ടി എന്തെങ്കിലും എവിടെങ്കിലും കൽപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാനുഷ്യ ബുദ്ധിക്കും അതിനെ തടയാൻ കഴിയത്തില്ല. നിന്റെ തലമുറയ്ക്ക് വേണ്ടി എവിടെങ്കിലും ഒരു നന്മ കൽപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ നിയമങ്ങൾ എത്ര എതിരായി മാറിയാലും ദൈവ വൈതലേ, നീ സ്റ്റെപ്പ് വെച്ചപ്പോഴുള്ള രാജകീയ നിയമമല്ല ഇപ്പോൾ ആ രാജ്യത്തുള്ളത്. പക്ഷേ ദൈവം നിന്നെ അവിടെ എത്തിക്കാമെന്ന് ദൂത് പറഞ്ഞാണെങ്കിൽ, ദൈവം അവിടെ കൊണ്ടെത്തിക്കാമെന്ന് ദൈവം നിന്റെ തലമുറയോട് ആലോചന പറഞ്ഞതാണെങ്കിൽ ഇന്നു പകൽ അത് കൽപ്പിച്ചിടത്ത് തന്നെ ഉണ്ട്. ചില തൊട്ട് ആത്മാവിന്റെ ദൂത് പറയുക, കൽപ്പിച്ചിടത്ത് തന്നെ ഉണ്ട്. മത്സ്യത്തിന്റെ വയറ്റിലല്ല ബ്രഹ്മ കിടക്കുന്നത്, മത്സ്യത്തിന്റെ വായിൽ തന്നെ ബ്രഹ്മദൈവം കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞതങ്ങ് അനുസരിച്ചാ മതി.
ഉടബാലസത്തനബൗഡ. ഒരുക്കി വെച്ച മാളിക ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ട്, അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. പരിശുദ്ധമ ഇങ്ങനെ പറയുക കേട്ടോ. ഓ, ചിലതൊക്കെ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക, നിനക്ക് വേണ്ടി ചിലതൊക്കെ ഒരുക്കി വെച്ചിരിക്കുക. ഓ, നീ ഇന്ന് പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ, നീ ഇന്ന് അന്യഭാഷ പറയുന്നതേ ഉള്ളൂ, നീ ഇന്ന് ഉപസിക്കുന്നതേ ഉള്ളൂ, നീ ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അദൃശ്യ മണ്ഡലങ്ങളിൽ, നീ അറിയാത്ത മേഖലകളിൽ നിനക്ക് വേണ്ടിയുള്ള നന്മകളെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക, കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി കർത്താവ് ചിലത് ഒരുക്കിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അങ്ങനെയുള്ള ജനത്തിന്റെ അടുത്തേക്ക്, അങ്ങനെയുള്ള ജനത്തിന്റെ അടുത്തേക്ക് ഞാൻ പെതുക്കെ ആ കുറിവാക്യത്തിലേക്ക് ഒന്ന് കയറുകയാണ്. 2-ാം വാക്യം, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം. എന്നെ ആ പദം വളരെ തൊട്ടു കേട്ടോ. അവൻ കഷ്ടം അനുഭവിച്ചെന്നല്ല പറഞ്ഞത്, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം. ആഫ്റ്റർ ദാറ്റ് ഹിസ് ക്രൈസിസ്. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം. നിങ്ങളെ തൊട്ടാ ദൂത് കൈമാറുക. കഷ്ടം കൊണ്ട് തീരത്തില്ല, കഷ്ടത്തിനൊരു ശേഷമുണ്ട്. കഷ്ടം കഴിഞ്ഞൊരു കാലമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ തീ കൊണ്ട് നീ ഒടുങ്ങുമെന്ന ശത്രു പറയുന്നത്, ഈ ചെങ്കടൽ കൊണ്ട് നീ തീർന്നു പോകുമെന്ന ദുഃഖൻ പറയുന്നത്, ഈ സിംഹക്കൂട് കൊണ്ട് നീ ഇല്ലാതാകുമെന്ന അന്ധകാര മണ്ഡലം പറയുന്നത്, ഈ കാരാഗ്രഹം നിന്റെ അവസാനമാണെന്ന് ദുഷ്ട വെല്ലുവിളികൾ പറയുന്നത്. പക്ഷെ നിന്നെ തൊട്ട് പരിശുദ്ധം ഒരു ദൂത് പറയാ, അതിന് ശേഷം ഒരു കാലമുണ്ട്. കഷ്ടം അനുഭവിച്ചതിന് ശേഷം അങ്ങൊരു സീസൺ ദൈവസഭയുടെ മേൽ തുറക്കാൻ പോവാ. അഭിഷേകനെ, ദൈവദാസന്മാരെ, കഷ്ടം അനുഭവിച്ച ശേഷം ചില നാളുകളായി പല കഷ്ടത്തിലൂടെ നീ പോകുന്നത്, സഹിക്കാൻ കഴിയാത്ത നിന്ദകളിലൂടെ നീ പോകുന്നത്, കഴിക്കാൻ കഴിയാത്ത ആരോപണങ്ങളിലൂടെ നീ പോകുന്നത്, കുടുംബത്തിനകത്ത് പോലും സ്വസ്ഥത നഷ്ടപ്പെട്ട ചിലരെ നോക്കി പരിശുദ്ധ പറയാ, അതിനൊരു ഫുൾ സ്റ്റോപ്പ് ദൈവം ഇടാൻ പോവാ, അതിനൊരു ഫുൾ സ്റ്റോപ്പ് കർത്താവ് ഇടാൻ പോവാ, അതിനൊരു ഫുൾ സ്റ്റോപ്പ് എന്റെ ദൈവം ഇടാൻ പോവാ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? അവൻ കഷ്ടം അനുഭവിച്ച ശേഷം, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം. ആ പദം നിങ്ങളുടെ അകത്തോട്ട് കയറട്ടെ, ചങ്കിനകത്തോട്ട് കയറട്ടെ. ആത്മാവ് എനിക്ക് തന്ന ശക്തിയോടെ ഞാൻ ആ ദൂത് കൈമാറുക. കഷ്ടം കൊണ്ട് തീർന്നു പോകത്തില്ല കേട്ടോ. ദൈവത്തിന്റെ ഭക്തനായ യോഹന്നാനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ, പൈശാചിക മണ്ഡലം ആദ്യം അവന്റെ ശരീരം മുഴുവൻ വരഞ്ഞെന്ന വേദപഠിതാക്കൾ പറയുന്നത്. പക്ഷേ അവന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ബ്ലീഡ് ആയില്ല, കാരണം കർത്താവിന്റെ സമയമായില്ല. അത് ആ പദ്ധതി പരാജയപ്പെട്ടെന്ന് കണ്ടപ്പോ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തോട്ട് അവനെ ഇട്ടു. പക്ഷെ എണ്ണയുടെ ശക്തിക്ക് അവനെ പൊള്ളിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഇപ്പൊ പൊള്ളി വീർത്തൊരു മാംസപിണ്ഡമായി മാറുമെന്ന് നോക്കി ശത്രു നിൽക്കുമ്പോൾ അവനൊരു ദോഷവും വന്നില്ല. അറ്റ കൈക്ക് ആരോരുമില്ലാത്ത പത്മോസിന്റെ ഏകാന്തതയിലേക്ക് അവനെ നാട് കടത്തി. ആയുസിനോടുള്ള പോരാട്ടമായി 3 മേഖലയിൽ നടന്നേ. വേറെ കഷ്ടങ്ങൾ വേറെയുണ്ട്, പക്ഷേ ദൈവത്തിന്റെ സമയമാകാന്നത് കൊണ്ട് ഈ 3 അനുഭവവും യോഹന്നാൻ അപ്പോസ്തലന്റെ ജീവിതത്തിൽ ദോഷം വരുത്തിയില്ല. ഈ ദൂത് പരിശുദ്ധം എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? ചില മരണഭീതി നിൽക്കുന്നവർ ഈ ലൈവിലുണ്ട്. പക്ഷെ നിന്റെ സമയമായിട്ടില്ല. ഈ അറ്റാക്കിന് നിന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഈ ചെസ്റ്റ് വേദനയ്ക്ക് നിന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഈ രോഗത്തിന് നിന്നെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. യേശുവപ്പച്ചന്റെ ഐഹിക ശുശ്രൂഷയിൽ ഒരു ദിവസം ഹെരോദാവിന്റെ അടുത്ത് ചില ആൾക്കാർ വന്ന് പറഞ്ഞു, ഹെരോദാവ് നിന്നെ ബന്ധിക്കാൻ പോവാ. യേശുവപ്പച്ചൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ആ കുറുക്കനോട് പോയി പറ, ഇന്നു മാത്രമല്ല നാളെ ഞാൻ ഇവിടെ കാണും. അതെന്താ അങ്ങനെ യേശു എഴുതി പറയാനുള്ള ഉറപ്പ്? യേശുവിനൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ക്രൂശുമരണം ഭരിക്കാനാ വന്നത്, പക്ഷെ പിതാവിന്റെ സമയമാകാതെ ഒരു ശത്രുവിനും എന്റെ രോമത്തെ തൊടാനൊക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ഈ അധികാരത്തിൽ നിന്നുകൊണ്ട് എത്ര ദൈവമക്കൾക്ക് പ്രതികരിച്ച് പറയാൻ കഴിയോ? ദൈവത്തിന്റെ സമയമാകാതെ, ദൈവത്തിന്റെ സമയമാകാതെ ചില മരണഭീതികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക.
ചില സിംറ്റംസ് നിനക്ക് അനുകൂലമല്ല. ചില സിംറ്റംസ് നിനക്ക് അനുകൂലമല്ല. ചില ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ നിനക്ക് അനുകൂലമല്ല. പക്ഷേ ഈ ഒരു നിമിഷം ആത്മമേഖലയിൽ, ഈ ഒരു നിമിഷം ആത്മമേഖലയിൽ, ഈ ഒരു നിമിഷം ആത്മീക അധികാരത്തിൽ അതിനത്തെ ചലിപ്പിച്ച് ദൈവമക്കൾ പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ സമയമാകാതെ, ദൈവത്തിന്റെ സമയമാകാതെ ഒരു മരണ വെല്ലുവിളിക്കും എന്നെ തകർക്കാൻ കഴിയുന്നില്ല. ചില മരണ വെല്ലുവിളികളെ കർത്താവ് അഴിച്ചു കളയുക. ചില മരണ മേഖലകളെ കർത്താവ് അഴിച്ചു കളയുക. വരുന്ന ദിവസങ്ങളിൽ പരിശോധിക്കുമ്പോ ആ രോഗം നിന്റെ ശരീരത്തിൽ ഇല്ലാതെ കൊണ്ടും കർത്താവിനെ കാണിക്കുന്ന ഒരു വെളിപ്പാട്. കുഞ്ഞുങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ തെറ്റുമ്പോ ഒരു പെൻസിൽ കൊണ്ട് മായ്ക്കുന്നത് പോലെ നിന്റെ ശരീരത്തുള്ള രോഗാണുക്കളെ ഈ നിമിഷങ്ങളിൽ ആത്മാവ് മായ്ച്ചു കളയുക. ദൈവശക്തി, 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 ദൈവശക്തി. അസാധാരണ ഒരു ഫലം. പരിശുദ്ധാത്മാവേ നന്ദിയോ. ഒരു രോഗസൗഖ്യത്തിന്റെ മുഴക്കത്തെ ഞാൻ കേൾക്കുകയാ. ഒരു ഡെലിവറൻസിന്റെ മുഴക്കത്തെ ഞാൻ കേൾക്കുകയാ. പ്രാപിക്കാൻ കഴിയുന്ന ദൈവമക്കൾ പ്രാപിച്ചാട്ടെ, ഏറ്റെടുക്കാൻ കഴിയുന്ന ദൈവമക്കൾ ഏറ്റെടുത്താട്ടെ. ഒരു അസാധാരണ ആത്മമേഖല ചലിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടു. അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷങ്ങളിൽ ജനത്തോട് പോരാടി നിൽക്കുന്ന, അഭിഷക്തന്മാരോട് പോരാടി നിൽക്കുന്ന, ശുശ്രൂഷകൾ പോലും വേണ്ടുന്ന വിധത്തിൽ ചെയ്യാൻ കഴിയാതെ ശരീരത്തെ ബന്ധിച്ചൊതുക്കുന്ന പരിശുദ്ധമായി ചൂടാകുന്നതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നു. ഗ്യാസ് സംബന്ധമായ സ്റ്റൊമക്കിനകത്ത് പ്രതിസന്ധിയിട്ട് നിന്നെ ഒതുക്കുന്ന കെട്ട് ഈ നിമിഷം അഴിയ. റിബാല ഹസന ബൗഡബാല. വല്ലാതെ വയറ് വീർക്കുന്നത് പോലെ, വല്ലാതെ അസ്വസ്ഥതകളിട്ട് ഒരു സ്വസ്ഥത തരാതെ അത് ഉറക്കത്തെ പോലും സ്വാധീനിച്ച് ആ നിലവാരത്തിൽ വെല്ലുവിളിച്ചു വരുന്ന വെല്ലുവിളിയെ എത്ര പേർക്ക് പ്രാപിക്കാൻ കഴിയുന്നുണ്ട്? പരിശുദ്ധമായി വെളിപ്പാട് എനിക്ക് കൈമാറിയെങ്കിൽ ഈ നിമിഷം അതിന്റെ വിടുതൽ ചലിക്കുന്നുണ്ട്. ഈ നിമിഷം അതിന്റെ വിടുതൽ ചലിക്കുന്നുണ്ട്. ദൈവശക്തി, 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 ദൈവശക്തി. We receive in the name of Jesus. We receive in the name of Jesus. We receive in the name of Jesus. കഷ്ടതയ്ക്കൊരു ശേഷമുണ്ട് കേട്ടോ. കഷ്ടതയ്ക്കൊരു ശേഷമുണ്ട്. നാവ് തുറന്നു പറ, അതിനൊരു ശേഷമുണ്ടെന്ന് പറ. അതിനുശേഷം ഒരു ജീവിതമുണ്ടെന്ന് പറ. എന്നും ജീവിതം നരകതുല്യമല്ല. എന്നും ജീവിതം കഷ്ടത കൊണ്ട് തീരുകയല്ല. എന്നും ജീവിതം ദാരിദ്ര്യം കൊണ്ട് തീരുകയല്ല. എന്നും ജീവിതം നടന്ന് കാല് തേഞ്ഞ് തീരുകയല്ല. എന്നും ബൈക്കെ പോയി വെയിലും മഞ്ഞും കൊണ്ട് ജീവിതം തീരുകയല്ല. നിനക്കൊരു മേജർ ഷിഫ്റ്റ് ഉണ്ടാകും. നിനക്കൊരു മേജർ ഷിഫ്റ്റ് ഉണ്ടാകും. റിഗമോന സപ്തന. എന്നും ഈ ശൂന്യമായ ഭവനത്തിൽ പാർക്കുകയല്ല. എന്നും ലിമിറ്റഡ് ആയിട്ടുള്ള ഭവനത്തിൽ പാർക്കല്ല. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടത്തക്ക രീതിയിൽ ഈ കറുത്ത പുസ്തകവുമായി ഇറങ്ങി തിരിച്ചിട്ട് ദൈവം മാനിച്ചെന്ന് പറയത്തക്ക രീതിയിൽ കിഴക്കിനോട് തരികയെന്നും വടക്കിനോട് തടുത്തു വെക്കരുത് മരളി ചെയ്ത ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ചിലതിനെ വിളിച്ചു വരുത്തുക. ആത്മീക അനുഗ്രഹങ്ങൾ മാത്രമല്ല, ഈ സൂമിൽ പരിശുദ്ധം എന്നോട് പറയാൻ പറയുന്നു, ചില മെറ്റീരിയൽ ബ്ലെസ്സിങ് ദൈവമക്കൾക്ക് വേണ്ടി വിളിച്ചു വരുത്തുന്ന നിമിഷങ്ങളാ. ആരംഭത്തിൽ ദൈവമക്കൾ ഓർപ്പിച്ചതുപോലെ, പ്രാർത്ഥനയിൽ ദൈവദാസന്മാർ ഓർപ്പിച്ചതുപോലെ ശമരിയുടെ ദാരിദ്ര്യം മാറുമോ എന്ന് ചിന്തിച്ചപ്പോ ബുദ്ധിയുള്ളവൻ പറഞ്ഞു, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാലും നടക്കത്തില്ലെന്ന്. ഇന്ന് ദൈവസഭയിൽ ബുദ്ധിമാന്മാരെ കൊണ്ട് നിറയുക, വിശ്വാസമുള്ളവർ കുറയുക. ഇന്ന് ദൈവദാസന്മാരിൽ ബുദ്ധിയുള്ളവർ കൂടുക, വിശ്വാസമുള്ളവർ കുറയുക. എന്നാൽ ഈ തലമുറയിൽ കർത്താവിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മിടുക്കന്മാരിലൂടെ നടക്കത്തില്ല, മോശന്മാരിലൂടെ നടക്കത്തുള്ളൂ. ദൈവം, ഞാനേ ഈ ദിവസങ്ങളിൽ എസ്കേൽ പ്രവാചകന്റെ പുസ്തകമാണ് വായിക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ദൈവം ആ ഭക്തനോട് പറഞ്ഞത് എന്തൊക്കെയാ? അതൊക്കെ ആ ഭക്തൻ അനുസരിക്കാൻ തയ്യാറായല്ലോ. ഇന്ന് നമ്മൾ അറിഞ്ഞതും കേട്ടതുമായ ഒരു സിസ്റ്റത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം ദൈവം പറഞ്ഞാൽ അത് പറയും ഭൂതമാന്ന് പറയും, അത് പിശാചാന്ന് പറയും. ഈ ആരും ചെയ്യാത്ത ഒരു ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോണം, നിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കോണം. വിമർശകന്മാർ എഴുന്നേക്കും, ഭ്രാന്തൻ എന്ന് പറയും, മാനസിക രോഗി എന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്ന ഒരു കർത്തൃദാസനാ കേട്ടോ. ആദ്യമൊക്കെ വളരെ വേദനയായിരുന്നു, ആദ്യമൊക്കെ വളരെ ഭാരമായിരുന്നു.
പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ എനിക്ക് ഒരു ഊർജം തരിക. ഉടവ സത്തനാതിര, അടുത്ത ദിവസം നിന്നെ വന്ന് തീർക്കുമെന്ന് പരസ്യമായി വെല്ലുവിളിച്ചവരുണ്ട്. ഉടവ ശവനഘടകസിയ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? കഴുത്തിന് നേരെ കത്തി വെച്ചിട്ട് ഈ നാമത്തെ തള്ളിപ്പറഞ്ഞ് അവര് പറയുന്ന നാമത്തെ ഉയർത്താൻ പറയുമ്പോ, ഇല്ല, എന്റെ കഴുത്ത് വെട്ടിയാലും ഞാൻ എന്റെ യേശോപ്പച്ചന്റെ നാമത്തെ മാത്രമേ പറയത്തുള്ളൂ. അങ്ങനൊരു പ്രാഗൽഭ്യം എനിക്ക് തരണമെന്നാണ് ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഇതുവരെ ആ പ്രാഗൽഭ്യമായെന്ന് ചങ്കൂറ്റത്തോടെ എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുക. ഉടവ ശതന ബൗഡവ ലഗടകസിയ. തല പോയാൽ പോകട്ടെ, എന്റെ യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകാം. എന്റെ യേശുവിന് വേണ്ടി ഈ അടർക്കളത്തിലൊന്ന് ഹല്ലേലൂയ നിൽക്കുവാൻ ഒരു കൃപ എന്റെ മേൽ തരണേന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ പ്ലാറ്റ്ഫോമിൽ എത്ര ദൈവമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്റെ മോനെ ഞാൻ അടുത്തിരുത്തിയതാ. ഇതിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അറിയത്തില്ല. പക്ഷെ അവൻ ഉറങ്ങിപ്പോയി. പക്ഷെങ്കില് ഈ നിമിഷം പരിശുദ്ധാത്മാവിന് അതറിയാം. പക്ഷെ ഞാൻ ചിന്തിക്കുന്നു, ഒത്തിരി കർത്തൃദാസന്മാർ ഇതിനകത്തുണ്ട്. ഞാനത് സെൻസ് ചെയ്യുന്നുണ്ട്. ചെറുതും വലുതുമായ ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. ഞാൻ നിങ്ങളൊരു ദൂത് പറയാം. ആത്മമണ്ഡലത്തിൽ ചലിക്കണമെങ്കിൽ ബുദ്ധി സീറോയാകണം. ആത്മമണ്ഡലത്തിൽ ചലിക്കണമെങ്കിൽ ബുദ്ധി സീറോയാകണം. ആത്മമണ്ഡലത്തിൽ ചലിക്കണമെങ്കിൽ എഴുതി വെച്ച പ്രസംഗങ്ങളൊക്കെ മാറ്റി വെക്കണം. പോയിന്റുമായി കയറിയിട്ട് പോയിന്റ് തീർക്കാൻ ഒരു വ്യഗ്രത കാണിക്കരുത്. ഒരു സ്തോത്രം പറയുമ്പോൾ ദൈവ സാന്നിധ്യം ചലിച്ചാൽ അതിന്റെ പുറകെ പോയിക്കോണം. ഒരു അന്യഭാഷ പറയുമ്പോൾ ദൈവ സാന്നിധ്യം ചലിച്ചാൽ അതിന്റെ പുറകെ പോയിക്കോണം. അതൊരു സൂപ്പർ ക്ലൈമാക്സിലേക്ക് മാറ്റും. അസാധാരണ ഒരു ആത്മമല മേഖല ചലിക്കും. ലോകത്തിന് മുമ്പിൽ ശുശ്രൂഷ തെളിയിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ലോകത്തിന് മുമ്പിൽ ഹല്ലേലൂയ എന്തെങ്കിലും ചെയ്തെടുക്കാനല്ല ദൈവം വിളിച്ചത് ദൈവമാ. ദൈവം പറയുന്നത് ചെയ്താൽ മതി. ദൈവം പറയുന്നത് പോലെ പോയാൽ മതി. എല്ലാവരും ഇതിനോട് സ്തോത്രം ചെയ്തെന്ന് അറിയത്തില്ല. പക്ഷെ ആത്മതലത്തെ സെൻസ് ചെയ്യുന്ന ചിലതിനകത്തുണ്ട്. ആത്മമേഖലയെ സെൻസ് ചെയ്യുന്ന ചിലതിനകത്തുണ്ട്. അവർക്ക് മനുഷ്യന്റെ ഹല്ലേലൂയ പ്രോത്സാഹനങ്ങൾ വേണ്ട കേട്ടോ. മനുഷ്യന്റെ സ്റ്റേജ് വേണ്ട. ലോകപ്രകാരമുള്ള വേദികൾ വേണ്ട. അവർക്കറിയാം അവരിയ്ക്കുന്നിടത്തേക്ക് നന്മ വരും. അവരിയ്ക്കുന്നിടത്തേക്ക് രാജ്യം വരും. അവർ ഇരിക്കുന്നിടത്തേക്ക് അനുഗ്രഹം വരും. ഒത്തിരി പകലുകൾ രാത്രികൾ പകലുകളാക്കി ശുശ്രൂഷയ്ക്ക് ഓടിയ ഒരു കർത്തൃദാസനാ. പക്ഷെ ഇന്ന് പല മീറ്റിങ്ങുകൾ വരുമ്പോ നിയോഗമില്ലെങ്കിൽ ഒഴിവാക്കും. സാഹചര്യം പറഞ്ഞു മാറ്റും. എന്താണെന്നറിയാമോ? എനിക്കൊരു കാര്യം പരിശുദ്ധമോ ബോധ്യം തന്നു. എന്റെ ഫിനാൻഷ്യൽ സോഴ്സ് ശുശ്രൂഷയല്ല. എന്റെ ഫിനാൻഷ്യൽ സോഴ്സ് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയല്ല. എന്റെ ഫിനാൻഷ്യൽ സോഴ്സ് എന്റെ ദൈവമാ. എന്റെ സാമ്പത്തിക വഴി എന്റെ ദൈവമാ. ദൈവമക്കളെ, നമ്മുടെ സാമ്പത്തിക വഴി ജോലി ചെയ്യുന്ന ഭർത്താവല്ല, ഗൾഫിലുള്ള കുഞ്ഞുങ്ങളല്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിരിക്കുന്നത് ആരുമല്ല. നമ്മുടെ സാമ്പത്തിക സോഴ്സ് ദൈവമാ. സമയം നമ്മുടെ മുമ്പിൽ ഓടിപ്പോവുക. 9 മണി കഴിഞ്ഞു. പക്ഷെ ശക്തമായ ആത്മതല നിൽക്കുക. ശക്തമായ ആത്മമേഖല നിൽക്കുക. ആത്മശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. ശക്തമായ പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ അധികാരത്തെ ദൈവം വെളിപ്പെടുത്തുക. കർത്തൃദാസനെ, ആ ഒരു മേഖല ശക്തമായി വെളിപ്പെടും കേട്ടോ. ഇന്നലകൾ ചെയ്തതിനപ്പുറത്തോട്ട് പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ അധികാരം. ഏതെങ്കിലും ചെറിയ കുട്ടി പിശാചികളല്ല. അതിനെ തൊടുന്ന തലം കഴിഞ്ഞുപോയി. ചില കുട്ടിച്ചെകുത്തന്മാർ ഇളകുമ്പോൾ അതിന്റെ പുറകെ നടക്കാനുള്ള ഇതിനുവേണ്ടി അല്ല ദൈവം നമ്മളെ വിളിച്ചത്. അന്ധകാരങ്ങളോട് പോരാടുവാൻ, ദേശത്തിന്റെ കുടിയിരിപ്പിനോട് പോരാടുവാൻ, വാഴ്ചകളോട് പോരാടുവാൻ ആത്മവീര്യമുള്ള ചിലർ എഴുന്നേക്കട്ടെ. ദൈവം ചാടാൻ പറഞ്ഞാൽ ചാടിക്കോണം. ദൈവം ഉരുളാൻ പറഞ്ഞാൽ ഉരുണ്ടോണം. ദൈവം പ്രവചിക്കാൻ പറഞ്ഞാൽ പ്രവചിച്ചോണം. ദൈവം ഉരുണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചോണം. നിന്നിലുള്ള പരിശുദ്ധാത്മാവിനെ നീ സ്വാതന്ത്ര്യത്തോടെ തുറന്നു വിട്ടാൽ നിനക്ക് വേണ്ടിയുള്ളതെല്ലാം സ്വർഗം കരുതിയിട്ടുണ്ട്. ബുദ്ധിയുടെ പ്രമാണത്തിൽ നീ നിന്ന
10-20 കുടുംബം കൊണ്ട് ആയുസ് തീരാം, അല്ലെ 50 കുടുംബം കൊണ്ട് ആയുസ് തീരാം. പക്ഷേ ദൈവിക ചാലിനി സഞ്ചരിച്ചാൽ തലമുറയെ സ്വാധീനിക്കുന്ന, രാജ്യങ്ങളെ സ്വാധീനിക്കുന്ന, പട്ടണങ്ങളെ സ്വാധീനിക്കുന്ന ഒരാത്മ മനുഷ്യനാക്കി ദൈവം നമ്മളെ മാറ്റും. ദൈവം അങ്ങനെ പ്രവചിക്കുക. നിന്റെ ദേശത്തെ സ്വാധീനിക്കത്തക്ക രീതിയിൽ, നിന്റെ കുടുംബത്തെ സ്വാധീനിക്കത്തക്ക രീതിയിൽ, നിന്റെ സഭയെ സ്വാധീനിക്കത്തക്ക രീതിയിൽ ഒരാത്മമണ്ഡലത്തെ ദൈവം വെളിപ്പെടുത്താൻ പോവാ. ഞാൻ ലിമിറ്റ് ചെയ്തത് ദൈവത്തോട് പറ, ഞാൻ പരിമിതപ്പെടുത്തിയത് ദൈവത്തോട് പറ, ഞാൻ എന്റെ ബുദ്ധിയിൽ മുന്നോട്ട് പോയത് ദൈവത്തോട് പറ, പലപ്പോഴും ചലിച്ച ആത്മസാന്നിധ്യത്തെ ഞാൻ സ്റ്റോപ്പ് ചെയ്തെന്ന് പറ. വെളിപ്പെട്ട ദൈവകൃപ എന്റെ ബുദ്ധി കൊണ്ട് ഒതുക്കിയെന്ന് പറ. ബുദ്ധിയിൽ ചലിക്കുന്ന ചിലരുടെ വാക്കുകളെ കേട്ട്, ബുദ്ധിയിൽ മുന്നോട്ട് പോകുന്ന ചിലരുടെ സംസാരത്തെ കേട്ട്, എന്നിൽ ചലിച്ച അഭിഷേകത്തെ ഞാൻ ഒതുക്കി. എന്റെ മേൽ വെളിപ്പെട്ട ദൈവകൃപയെ ഞാൻ ഒതുക്കി. എന്നിൽ വെളിപ്പെട്ട ദൈവശക്തിയെ ഞാൻ ഒതുക്കി. എന്നാൽ ഞാൻ ഈ ലൈവിൽ തിരിച്ചറിയുന്നു, അഭിഷേകമാ വലുത്, ദൈവശക്തിയാ വലുത്, ദൈവ സാന്നിധ്യമാ വലുത്. ശിംശോനോട് ഫെലിസ്ത്യൻ വന്ന് ചോദിക്കുന്നത് നീ ആരുടെ മകനാന്നല്ല, നിന്റെ കുടുംബം ഏതാന്നല്ല, നീ ഏത് സെമിനാരിയിലാ പഠിച്ചെന്നല്ല, നിന്റെ ഈ വാഗ്വൈഭവത്തിലുള്ള പ്രസംഗം എങ്ങനെയാന്നല്ല, നീ കൺവെൻഷൻ പ്രസംഗനായത് എങ്ങനെയാന്നല്ല, നീ മിടുക്കോടെ സംസാരിക്കുന്ന എങ്ങനെയാന്നല്ല, നിന്റെ ശക്തിയുടെ ഉറവിടം എവിടാ? ഞങ്ങളുടെ ഇടയിൽ മിടുക്കന്മാരുണ്ട്, ഞങ്ങളുടെ ഇടയിൽ കഴിവുള്ളവരുണ്ട്, ഞങ്ങളുടെ ഇടയിൽ പ്രഗത്ഭന്മാരുണ്ട്, ഞങ്ങളുടെ ഇടയിൽ ശ്രേഷ്ഠന്മാരുണ്ട്. പക്ഷെ നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി, പ്രാരംഭത്തിൽ അതൂതി ഞാൻ പറഞ്ഞു, തോറ മുഴുവൻ അറിയാവുന്ന, പഞ്ചഗ്രന്ഥങ്ങൾ മുഴുവൻ അറിയാവുന്ന പരീശന്മാരും ശാസ്ത്രിമാരും ദേവാലയത്തിനകത്തിരിക്കുമ്പോൾ തച്ചന്റെ പുറകെ ജനം പോവാ. ഒരു ക്രൗഡ് പുള്ളറായിട്ട് യേശു മാറുക. കാരണം എന്താ? അവനെ കുറിച്ച് വിളിച്ചു പറയുന്ന പദങ്ങൾ എന്താ? അവൻ യോസഫിന്റെ മകനാ, അവൻ മറിയയുടെ മകനാ, അവൻ സാധാരണക്കാരനാ. പക്ഷെ ജനം അവന്റെ പുറകെ പോകാൻ എന്താ കാരണം എന്നറിയാമോ? മറ്റുള്ളവർക്കില്ലാത്തൊരു അഭിഷേകം അവന്റെ മേലുണ്ടായിരുന്നു, മറ്റുള്ളവർക്കില്ലാത്തൊരു അധികാരം അവന്റെ മേലുണ്ടായിരുന്നു, മറ്റുള്ളവർക്കില്ലാത്തൊരു ശക്തി അവന്റെ മേലുണ്ടായിരുന്നു. ദൈവ പൈതലിനെ ലോകത്തിൽ നിന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയാ. വിപ്പാസ്റ്ററെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ഞാൻ ക്യാരി ചെയ്യുന്ന ദൈവ പ്രസൻസാ, ഞാൻ ക്യാരി ചെയ്യുന്ന ദൈവ ഗ്ലോറിയാ, ഞാൻ ക്യാരി ചെയ്യുന്ന ദൈവമഹത്വമാ. കുറിവാക്യത്തിന്റെ ആദ്യ പദത്തെ ഞാൻ തൊട്ടുള്ളൂ. കഷ്ടം അനുഭവിച്ച ശേഷം അങ്ങനൊരു സീസൺ സഭയ്ക്ക് ദൈവം തുറക്കുക. കണ്ണടയ്ക്കാം, എല്ലാവരും കണ്ണടച്ചാട്ടെ. അങ്ങനൊരു സീസൺ സഭയ്ക്ക് ദൈവം തുറക്കുക. കഷ്ടത ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവാ. ഇതുവരെ പോയ വിഷയങ്ങളെ ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവാ. ആത്മമേഖല ചലിക്കുന്നു. യേശുവിനോടൊന്ന് സംസാരിച്ചാട്ടെ, പരിശുദ്ധാത്മാവിനോടൊന്ന് സംസാരിച്ചാട്ടെ. അവന്റെ മഹത്വം നമ്മളിൽ ഇറങ്ങട്ടെ, നമ്മുടെ സഭയിൽ ഇറങ്ങട്ടെ, നമ്മുടെ ഭവനത്തിൽ ഇറങ്ങട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ദൈവം തന്ന ശക്തിക്കൊത്തവണ്ണം ചങ്ക് തുറന്നാ ഞാൻ ശുശ്രൂഷിച്ചത്. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ശുശ്രൂഷയിൽ ഒട്ടും അലഭാവം കാണിച്ചിട്ടില്ല. ദൈവം പറഞ്ഞത് അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മിടുക്കുയർത്താൻ വേണ്ടി, ഞാൻ പ്രഗത്ഭനാന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ കർത്താവ് പറഞ്ഞതേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെങ്കിൽ ഇതിന്റെ പുറകിൽ ചലിക്കുന്ന ഒരു വിടുതൽ, ഈ വചനത്തിന്റെ പുറകിൽ ചലിക്കുന്ന ഒരു വിടുതൽ ദൈവമക്കൾക്ക് വേണ്ടി വെളിപ്പെടുക. താങ്ക് യു പോളീസ്, താങ്ക് യു പ്രഷ്യസ്, താങ്ക് യു ഹെവൻലി മാസ്റ്റർ. ഈ ദൈവസഭയെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഈ മിനിസ്ട്രിയെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഈ കർത്തൃദാസനെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഈ സൂമിലുള്ള ഓരോ ദൈവദാസന്മാരെ, യൂട്യൂബിൽ കാണുന്ന, ഫേസ്ബുക്കിൽ കാണുന്ന ഓരോ ദൈവമക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയത്തക്ക രീതിയിൽ ആത്മീയ സെൻസ് ഉള്ളവരായി, ആത്മീയ തലത്തിൽ സഞ്ചരിക്കുന്നവരിവരെ മാറ്റണമേ, ആത്മപൂർണത ഇവരെ മാറ്റണമേ. സാധാരണ ദൈവശക്തി ഇവരുടെ കൂടെ വെളിപ്പെടട്ടെ, അസാധാരണ അഭിഷേകം ഇവരുടെ കൂടെ വെളിപ്പെടട്ടെ. പ്രാപിച്ചാട്ടെ, രോഗസൗഖ്യത്തെ പ്രാപിച്ചാട്ടെ, നിന്റെ വിടുതലിനെ പ്രാപിച്ചാട്ടെ, നിന്റെ അത്ഭുതത്തെ പ്രാപിച്ചാട്ടെ.
ഓ, നിന്നിൽ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിയെ പ്രാപിച്ചാട്ടെ. അഭിചാരകന്മാർ വഴിമാറട്ടെ, മന്ത്രവാദികൾ വഴിമാറട്ടെ, നിന്റെ നാശത്തെ അടുക്കുവാൻ ഇരുളിന്റെ മണ്ഡലങ്ങൾ വഴിമാറട്ടെ. ദൈവജനത്തിന് വേണ്ടി ദൂതന്മാർ ഇറങ്ങുന്നു, ദൈവജനത്തിന് വേണ്ടി ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു, വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു, വലിയ ഡെലിവറൻസുകൾ നടക്കുന്നു, വലിയ ദൈവപ്രവർത്തികൾ നടക്കുന്നു. ഓ നിന്റെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ആയി നിമിഷങ്ങൾ. വലിയ തിരിവുകളെ ദൈവം പകരുക, വലിയ തിരിവുകളെ പകരി വരും, മടങ്ങി വരുന്നു. ചിലതൊക്കെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു. അങ്ങനെ ഒരു ദൂത് ദൈവാത്മാവ് കൈമാറുന്നു, അങ്ങനെ ഒരു ദൂത് ദൈവാത്മാവ് കൈമാറുന്നു, അങ്ങനെ ഒരു ദൂത് കൈമാറുന്നു, അങ്ങനെ ഒരു ദൂത് കൈമാറുന്നു. അത്ഭുതത്തിനായി യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. എളിയവനായ അടിയന് ഇങ്ങനെ അവസരം നൽകി കർത്താവ് ദൈവസഭയോട് ഈ ശുശ്രൂഷയോ നന്ദി പറയുന്നു. God bless you.